Good day dear aspirants. എൻ്റെ പേര് ആതിര. ഏവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സുമായി ബന്ധപ്പെട്ട ചോദിച്ചിട്ടുള്ള കുറച്ച് മുൻവർഷ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 10th ലെവലിൽ ചോദിച്ചിട്ടുള്ള ഫിസിക്സ് റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിൻ്റെയും ഒരു ഡിസ്കഷൻ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത്? അപ്പം നമ്മുടെ സോളാർ സെല്ലിൽ ഏത് ഊർജ്ജമാറ്റം നടക്കുന്നു എന്ന് നമുക്കറിയാം അല്ലേ? ഏത് തരം ഊർജ്ജമാറ്റമാണ് ഒരു സോളാർ സെല്ലിൽ നടക്കുന്നത്? സൗര ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ സോളാർ സെല്ല്. അപ്പോൾ ഇതിന് പിന്നിലുള്ള പ്രതിഭാസം ഏത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ആൻസർ എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവമാണ്, ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് ആണ്. അപ്പം നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം. സോളാർ സെൽ, അപ്പം നമ്മൾ പേരിൽ തന്നെയുണ്ട് സോളാർ സെൽ എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? സൗര ഊർജത്തെ, സോളാർ എനർജിയെ അത് എന്താക്കി മാറ്റുന്നു? വൈദ്യുത ഊർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് നമ്മുടെ സോളാർ സെൽ. സോളാർ എനർജി, സൗരോർജത്തെ അത് എന്താക്കി മാറ്റുന്നു? വൈദ്യുത ഊർജമാക്കി മാറ്റുന്നു. ഓക്കെ, ഇപ്പോൾ ഈ സോളാർ സെല്ലിൽ നടക്കുന്ന എഫക്റ്റ് ഏതാണെന്ന് നമ്മൾ കണ്ടല്ലേ? ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ്. അതായത് നമ്മുടെ ഈ സോളാർ സെല്ല് പൊതുവെ ഏതെങ്കിലും ഒരു സെമി കണ്ടക്ടർ ആയിരിക്കും, ഒരു അർദ്ധചാലകമായിരിക്കും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ്. അപ്പോൾ നമുക്കറിയാം അർദ്ധചാലകം പേരിൽ തന്നെയുണ്ട്, സെമി കണ്ടക്ടർ ആണ്. അവരുടെ ചാലകത, ചാലകങ്ങൾക്കും ഇൻസുലേറ്റേഴ്സിനും ഇടയിൽ കണ്ടക്ഷൻ ഉള്ളവരെയാണ് നമ്മൾ അർദ്ധചാലകം എന്ന് വിളിക്കുന്നത്. നമ്മൾ സിലിക്കൺ, ജെർമേനിയം തുടങ്ങിയവരെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സെമി കണ്ടക്ടർ നമ്മൾ എടുക്കുന്നു. അതൊന്നെങ്കിൽ സിലിക്കൺ ആകാം, അല്ലെങ്കിൽ ജെർമേനിയം ആകാം കേട്ടോ. അപ്പോൾ ഈ ഒരു സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ പാക്കറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺ. ഓർത്ത് വെക്കുക, ലൈറ്റിൻ്റെ ചെറിയ ചെറിയ പാക്കറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺ. അപ്പോൾ ഒരു ലൈറ്റ് വന്ന് നമ്മുടെ സെമി കണ്ടക്ടറിലേക്ക് വന്ന് തട്ടുന്നു. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് പെട്ടെന്ന് ഇവിടെ നിന്നും അവരുടെ കറണ്ട് സ്റ്റേറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഇപ്പോൾ അവരൊരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ, ഇങ്ങനെ ഒരു സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? എനർജി കൂടിയതാ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ, അപ്പോൾ പെട്ടെന്ന് നോക്കിയേ, ലൈറ്റ് വന്ന് വീഴുന്നു അല്ലെങ്കിൽ ഫോട്ടോൺസ് വന്ന് വീഴുന്നു. അപ്പോൾ എന്തുണ്ടാവുന്നു? ഇലക്ട്രോൺസ് അവരിയ്ക്കുന്ന സ്റ്റേറ്റിൽ നിന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക്, ഊർജം കൂടിയ അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു ഇലക്ട്രിസിറ്റി കിട്ടും. സോ സോളാർ എനർജിയെ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഈ ഒരു പ്രതിഭാസത്തിൻ്റെ പേര് ഓർത്തു വെക്കുക, ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ്. ഇവിടെ ഉപയോഗിക്കുന്നത് ആരാണെന്ന് നമ്മൾ ഓർത്തു വെക്കണം. ഒരു സെമി കണ്ടക്ടറിനെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അർദ്ധചാലകം, സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം ആണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറുള്ള അർദ്ധചാലകങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോയേ. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത്? ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. അപ്പം നമുക്കിനി എന്താണ് റെക്ടിഫിക്കേഷൻ? ഫസ്റ്റ് ഓപ്ഷൻ റെക്ടിഫിക്കേഷൻ അല്ലേ? അപ്പം നമുക്ക് എന്താണ് ഈ റെക്ടിഫിക്കേഷൻ എന്ന് നോക്കാം. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ AC-യെ DC ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെക്ടിഫിക്കേഷൻ. AC-യെ DC. ഓക്കെ, അപ്പം AC എന്താണ്, DC എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു AC. AC എന്ന് പറയുമ്പം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ പ്രത്യാവർത്തി ധാരാ വൈദ്യുതി. പ്രത്യാവർത്തി ധാരാ വൈദ്യുതി നമ്മൾ ഈ AC എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ. ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതായത് പേരിൽ തന്നെയുണ്ട് പ്രത്യാവർത്തി ധാരാ വൈദ്യുതി, അതായത് അത് ആവർത്തിക്കുന്നു. ഇപ്പം എന്താ നിങ്ങൾ നോക്കിയേ, ഞാൻ ഇതിനെ ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു ചെറിയ പീസ് കിട്ടുന്നില്ലേ? ഇതേ പീസ് തന്നെയല്ലേ ഇതാ ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കാണാൻ പറ്റും ഒരു ഫിക്സഡ് പീരീഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ ഒരു ഫിക്സഡ് ടൈമിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കിട്ടുക. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഫിക്സഡ് പീരീഡിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ഇവരെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കുന്ന കുറേ ആൾക്കാരെയല്ലേ കിട്ടുന്നത്.
ഓക്കെ, അപ്പോൾ ഒരു ഫിക്സഡ് പീരീഡിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന ഇത്തരത്തിലുള്ള കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് AC കറണ്ട്, പ്രത്യാവർത്തിധാരാ വൈദ്യുതി. ഇനി നമുക്ക് നോക്കിയേ DC എന്താണെന്ന് നോക്കാം. DCയുടെ പ്രത്യേകത അത് ഒരേ ദിശയിലായിരിക്കും. ഓക്കെ, ഒരേ ദിശയിൽ ഇതുപോലെ തന്നെ ആവർത്തിച്ച് കിട്ടുന്നതാണ്. DC-യുടെ മലയാളം എന്ന് പറയുന്നത് നേർധാരാ വൈദ്യുതി എന്നാണ് കേട്ടോ. നേർധാരാ വൈദ്യുതി. ഓക്കെ, അപ്പം നേർധാരാ വൈദ്യുതി. അപ്പം ഇതാ നോക്കിയേ, DC എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കും കിട്ടുന്നത്. ഇതും ആവർത്തിച്ച് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്താ ഇത് കണ്ടോ, ഇതുപോലത്തെ ഓരോ പീസ് എന്താ റിപ്പീറ്റ് ചെയ്തല്ലേ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത നോക്കിയേ, AC-യുടെ പ്രത്യേകത ഇത് 2 ഡയറക്ഷനിലുണ്ട്. നമ്മളിതാ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വര വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇയാള് മുകളിലോട്ടല്ലേ, പോസിറ്റീവ് ഡയറക്ഷൻ അല്ലേ, ഇത് താഴോട്ടല്ലേ, നെഗറ്റീവ് ഡയറക്ഷൻ അല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, 2 ഡയറക്ഷൻ ഉണ്ട് അല്ലെ. ഒരാൾക്ക് മുകളിലോട്ടും ഉണ്ട് താഴോട്ടും ഉണ്ട്. അപ്പൊ 2 ഡയറക്ഷൻ ആർക്ക് പോസിബിൾ ആണ്, AC-ക്ക് പോസിബിൾ ആണ്. 2 ഡയറക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ 2 ദിശയുണ്ട്. എന്നാൽ DC നോക്കി നിങ്ങൾ, DC-യിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ലേ, എല്ലാവരും മുകളിലാണ്, എല്ലാവരും പോസിറ്റീവ് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. അതായത് ഒരൊറ്റ ഡയറക്ഷനേ ഉള്ളൂ, 1 ഡയറക്ഷനേ ഉള്ളൂ DC-ക്ക്. ഓക്കെ, നേർധാരാ വൈദ്യുതി DC-ക്ക് ഒരൊറ്റ ഡയറക്ഷനേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ കിട്ടുന്ന, അപ്പം നമുക്കിപ്പോൾ കണ്ടു AC-യുടെ പ്രത്യേകത അത് 2 ഡയറക്ഷനാണ് അല്ലേ. ഇത്തരത്തിൽ 2 ഡയറക്ഷനിലാണ് നമ്മുടെ AC ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു AC-യെ ഒറ്റ ഡയറക്ഷനിലുള്ള DC ആക്കണം, ഇങ്ങനെ ആക്കി മാറ്റണം. ഇതിനു വേണ്ടി ഇങ്ങനെ മാറ്റുന്ന ഈ ഒരു പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ. AC-യെ DC ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് റെക്ടിഫിക്കേഷൻ. ഈ റെക്ടിഫിക്കേഷൻ ചെയ്യുന്നവർ ആരാണോ AC-യെ DC ആക്കി മാറ്റുന്നത്, ആ ഉപകരണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടിഫയർ. റെക്ടിഫയർ. ഓക്കെ, ആരാണോ റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത്, അതായത് ആരാണോ AC-നെ DC ആക്കി മാറ്റുന്നത്, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടിഫയർ. റെക്ടിഫയറിന് ഉദാഹരണമാണ് ഡയോഡ് കേട്ടോ. ഡയോഡാണ് റെക്ടിഫയറിന് ഉദാഹരണമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെക്ടിഫിക്കേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം, ടിൻഡൽ എഫക്റ്റ്. ടിൻഡൽ എഫക്റ്റ്. ടിൻഡൽ എഫക്റ്റ് അല്ലെങ്കിൽ ടിൻഡൽ പ്രഭാവം. അതായത് നമ്മൾ ചില കൊളോയിഡ് കണങ്ങളെ നമ്മളൊരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞിട്ട് ഈ കൊളോയിഡ് കണങ്ങളിലേക്ക് നമ്മൾ കുറച്ച് പ്രകാശത്തെ പതിപ്പിക്കുന്നു. അപ്പം ഞാൻ നോക്കിയേ, ഇതിനകത്ത് ഈ ചെറിയ കണങ്ങൾ, ഈ കൊളോയിഡ് കണങ്ങളിൽ എന്ത് ചെയ്യും, പ്രകാശം തട്ടി അങ്ങ് തിരിച്ചു പോകും. പ്രകാശം വന്ന് പതിക്കും, ഈ ഒരു കൊളോയിഡൽ കണങ്ങളിലേക്ക് വന്ന് പതിക്കും. ഈ കണങ്ങൾ ഈ പ്രകാശത്തെ അങ്ങ് തട്ടിത്തെറിപ്പിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഈ പ്രകാശത്തിൻ്റെ പാത കൃത്യമായി കാണാൻ സാധിക്കും. ആ പ്രകാശത്തിൻ്റെ പാത എങ്ങനെയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ടിൻഡൽ എഫക്റ്റ് പ്രധാനമായിട്ടും കൊളോയിഡ് കണങ്ങൾക്കാണ് സംഭവിക്കുന്നത്. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാത കൃത്യമായി കാണാൻ പറ്റും. ഓക്കെ, അപ്പം ടിൻഡൽ എഫക്റ്റ് ഓർത്ത് വെക്കുക. അപ്പം ഇത്രയുമാണ്. ഇനി ഓപ്ഷൻ 4th എന്ന് പറഞ്ഞാൽ ഡിറ്റക്ഷൻ. നമ്മൾ ഈ സിഗ്നൽസിനെയൊക്കെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ഈ 3 എഫക്ട്സുകളും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജ മാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത്? ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? അതായത് നമ്മുടെ രാജ്യത്ത്, നമ്മൾ ഇന്ത്യയിൽ വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതി നമ്മൾ നേരത്തെ കണ്ടതാണ്. AC അല്ലെ, AC DC ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പം AC വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എത്ര ആവൃത്തിയിലുള്ള AC ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കുക. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. നമ്മുടെ രാജ്യത്ത് നമ്മൾ ഉപയോഗിക്കുന്ന AC-യുടെ ആവൃത്തി എത്രയാണ്? 50 ഹെർട്സ് ആണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ പ്രധാനമായിട്ടും കറന്റിനെ, വൈദ്യുതിയെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് നേർധാരാ വൈദ്യുതി അല്ലെങ്കിൽ DC. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞത് പ്രത്യാവർത്തിധാരാ വൈദ്യുതി AC. ഓക്കെ, അപ്പം നമ്മൾ കണ്ടു ഈ DC എന്ന് പറയുന്നത് ഒരു ഒറ്റ ഡയറക്ഷൻ ആയിരിക്കും അല്ലേ. ഒറ്റ ഡയറക്ഷനിലാണ്
DC നമ്മൾ കാണുന്നത്. DC നമുക്ക് നോക്കിയത് ഇങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ ഇങ്ങനെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, DC കിട്ടുന്നത്. ഓക്കെ, DC കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ ഒറ്റ ഡയറക്ഷനിലായിരിക്കും. പക്ഷെ നിങ്ങൾ നോക്കിയേ AC പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 2 ഡയറക്ഷനിലായിരിക്കും. ഇത്തരത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, AC കിട്ടുന്നത്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് DC ഉപയോഗിക്കേണ്ടി വരും. അപ്പോഴാണ് നമ്മൾ ഈ AC എന്താക്കി മാറ്റും, DC ഒക്കെ മാറ്റി നമ്മൾ ഡയോഡിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടി മാറ്റി ചില ഉപകരണങ്ങൾ ഉപയോഗിക്കും. എന്നാൽ ചില സമയത്ത് നമുക്ക് AC ആണ് വേണ്ടത്. അപ്പം നമുക്ക് ആക്ച്വലി AC വേണം, DC വേണം. പിന്നെ പൊതുവേ നമ്മൾ ഈ ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ കേസിൽ AC ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ AC നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ എളുപ്പത്തിൽ പറ്റും. പക്ഷെ DC അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ യൂഷ്വൽ സിറ്റുവേഷനിലൊക്കെ തന്നെ AC ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോക്കിയേ ഈ AC ഇപ്പം നമ്മളിപ്പോൾ കണ്ടു ACയുടെ കേസിൽ നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്മൾ രാജ്യത്ത് എത്ര ഫ്രീക്വൻസി AC ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് കിട്ടിയ ആൻസർ 50 ഹെർട്സ് ആണ്. അതായത് നമ്മൾ നോക്കിയാൽ മനസ്സിലാകും ഒരു സെക്കൻഡിൽ 50 സൈക്കിളാണ് ഇങ്ങനെ ഫോം ചെയ്യുന്നത്. അതായത് നമ്മളിത് ഇപ്പം കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഒരെണ്ണം കിട്ടിയില്ലേ, നമ്മൾ പറഞ്ഞില്ലേ ഇതാണ് ഒരു റിപ്പീറ്റിംഗ് യൂണിറ്റ്. ഇതിങ്ങനെ അടുക്കി വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, AC കിട്ടുന്നത്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഇതുപോലത്തെ 50 പേര്, ഇതുപോലത്തെ 50 ആൾക്കാരുണ്ടാവുന്നുണ്ട്. 50 സൈക്കിൾ എന്നാണ് പറയുന്നത്. കാരണം ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഒരു മുകളും ഒരു താഴും, അതായത് ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടെ ചേർന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 50 സൈക്കിളാണ്. ഒരു സെക്കൻഡ് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും, 50 സൈക്കിളാണ് കിട്ടുന്നത്. സോ ഇതാണ് AC നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ AC പറ്റിയും DC പറ്റിയും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ഇതിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ജനറേറ്ററിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് AC എന്നുള്ള കറണ്ടും ഉണ്ടാകുന്നുണ്ട്, DC എന്നുള്ള കറണ്ടും ഉണ്ടാകുന്നു. അപ്പോൾ ഈ ACയും DCയും ജനറേറ്റ് ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറേറ്റർ. ACയെയും DCയെയും ജനറേറ്റ് ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഉൽപ്പാദിപ്പിക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറേറ്റർ. ഓക്കെ, ഇപ്പോൾ AC ആണെങ്കിലും DC ആണെങ്കിലും എനിക്കിപ്പോൾ AC കറണ്ട് വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സമയത്ത് എന്ത് ഉപയോഗിക്കും, ഒരു AC ജനറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് AC കറണ്ട് കിട്ടും. എന്നാൽ DC കറണ്ട് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു DC ജനറേറ്റർ ഉപയോഗിച്ചാൽ മതി. മനസ്സിലായോ? ഇപ്പോൾ AC ജനറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു AC കറണ്ട് കിട്ടും. DC ജനറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടും, DC കറണ്ടും കിട്ടും. ഓക്കെ, അപ്പോൾ AC ജനറേറ്ററും ഉണ്ട്, DC ജനറേറ്ററും ഉണ്ട്. ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ജനറേറ്റർ എന്ത് ഊർജ്ജത്തെ എന്താക്കി മാറ്റുന്നു എന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്കിപ്പം മനസ്സിലായി ഈ AC ജനറേറ്റർ ആയിക്കോട്ടെ DC ജനറേറ്റർ ആയിക്കോട്ടെ അത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, കറണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് കറണ്ടാണ്. കറണ്ടിനെ നമ്മൾ എന്തെന്ന് പറയും, ഇലക്ട്രിക്കൽ എനർജി അല്ലേ, വൈദ്യുതോർജ്ജം എന്നാണ് നമ്മൾ പറയുന്നത്. കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതോർജ്ജം. അപ്പം നിങ്ങൾ നോക്കിയേ, ഈ ജനറേറ്റർ എന്നൊക്കെ പറയുന്നത് വലിയൊരു മെഷീൻ അല്ലേ. ഈ വലിയൊരു മെഷീൻ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടാണ്, ഒരുപാട് പാർട്സ് ഉള്ള ആർമേച്ചർ, അതുപോലെ മാഗ്നറ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് പാർട്സ് ഉള്ള ഒരു വലിയ ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മുടെ ജനറേറ്റർ. അപ്പോൾ ഈ ജനറേറ്റർ എന്ന് പറഞ്ഞ ഒരു മെഷീൻ പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് വൈദ്യുതോർജ്ജം കിട്ടുന്നത്. അപ്പോൾ ഇതൊരു മെഷീനാണ്. അപ്പം നമുക്കറിയാം മെഷീൻ, യന്ത്രം പ്രവർത്തിക്കുമ്പോൾ എന്ത് ഊർജ്ജം ഉണ്ടാകുന്നത്, യാന്ത്രികോർജ്ജമാണ് കേട്ടോ. യാന്ത്രികോർജ്ജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി. ഓക്കെ, യാന്ത്രികോർജ്ജം. സോ ഒരു ജനറേറ്റർ എന്ത് ഊർജ്ജത്തെ എന്താക്കി മാറ്റുന്നു, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു മെഷീനാണ്, അത് പ്രവർത്തിക്കുന്നു. അപ്പം മെഷീൻ പ്രവർത്തിച്ചാൽ നമുക്ക് കിട്ടുന്നത് മെക്കാനിക്കൽ എനർജിയാണ്, അല്ലെങ്കിൽ യന്ത്രം പ്രവർത്തിച്ചാൽ നമുക്ക് കിട്ടുന്നത് യാന്ത്രികോർജ്ജമാണ്. സോ യാന്ത്രികോർജ്ജത്തെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്ന ഉപകരണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ജനറേറ്റർ. അപ്പോൾ ജനറേറ്റർ എന്ത് ചെയ്യുന്നു, യാന്ത്രിക ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. നിങ്ങളോട് 2 രീതിയിലും ചോദിക്കാം, AC ജനറേറ്ററിൻ്റെ തത്വം ഏത് അല്ലെങ്കിൽ DC ജനറേറ്ററിൻ്റെ തത്വം ഏത്. രണ്ടും സെയിം തന്നെയാണ്. യാന്ത്രികോർജ്ജം എന്താക്കി മാറ്റുന്നു, വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ജനറേറ്റർ. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ് അല്ലേ. ഒരു സെക്കൻഡിൽ 50 സൈക്കിൾ വരുന്ന ഒരു 50 ഹെർട്സ് AC ഫ്രീക്വൻസിയാണ് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വോൾട്ടേജ് എത്ര ആണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം 230 വോൾട്ടേജ് ആണ് നമ്മൾ പൊതുവെ വീടുകളിലേക്കും അതോടൊപ്പം
ഷോപ്പുകളിലെ കടകളിലേക്ക്, നമ്മൾ കടയിലും വീടിലും ഒക്കെ ഉപയോഗിക്കുന്നത് 230 വോൾട്ടാണ്. 230 വോൾട്ടേജ് ആണ് നമ്മൾ വീടുകളിലേക്കും കടകളിലേക്കും ഉപയോഗിക്കുന്നത്. എന്നാൽ വലിയ വലിയ വ്യവസായശാലകളൊക്കെ ഇല്ലേ, വലിയ വലിയ ഇൻഡസ്ട്രീസ് ഒക്കെ, അവർക്ക് ഈ 230 വോൾട്ട് ഒന്നും ആകില്ല. കാരണം അവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ വരുന്നു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, കൂടുതൽ വോൾട്ടേജ് ആണ് അനിവാര്യം. അവിടെ ഏകദേശം നമ്മൾ 400 വോൾട്ടാണ് ഉപയോഗിക്കുന്നത്. 400 വോൾട്ട്. വ്യവസായശാലകളിൽ വലിയ വലിയ പ്ലാന്റ്സിലൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? 400 വോൾട്ടാണ്. വീടുകളിലേക്കും കടകളിലേക്കും 230 വോൾട്ടുമാണ്. ഇത്രയൊക്കെ ആണല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? 50 ഹെർട്സ് ആണ്. ഇതൊക്കെ ആയല്ലോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വൈദ്യുത ഊർജത്തെ യാന്ത്രിക ഊർജവും താപോർജവും ആക്കി മാറ്റുന്ന ഉപകരണം ഏത്? അപ്പം വീണ്ടും നമ്മുടെ ഊർജ പരിവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അതാ നോക്കിയേ, നമ്മൾ ഇതിലുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഊർജ പരിവർത്തനങ്ങൾ നടക്കുമ്പം ഏത് ലോയാണ് അനുസരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഊർജ സംരക്ഷണ നിയമം, കൺസർവേഷൻ ഓഫ് എനർജി. ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഊർജ കൺവേർഷനുകൾ നടക്കുന്നത്. ഊർജ സംരക്ഷണ നിയമം എന്താ? ഊർജത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല. അത് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇവിടെ തന്നെ നമ്മൾ അതല്ലേ കാണുന്നത്. പല ഉപകരണങ്ങളിലും ഒരു രൂപത്തിൽ നിന്നും ഊർജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വൈദ്യുതോർജത്തെ യാന്ത്രികോർജവും താപോർജവുമാക്കി മാറ്റുന്നത് ആരാണ്? ആരാണ് ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയും അതോടൊപ്പം തന്നെ ഹീറ്റ് എനർജിയുമാക്കി മാറ്റുന്നത്? അപ്പോൾ ഇവിടെ നോക്കിയേ, ആരാണ് മെക്കാനിക്കൽ എനർജിയും ഹീറ്റ് എനർജിയുമായിട്ട് മാറുന്നത്? നമ്മുടെ ഇലക്ട്രിക് അയൺ ആണ് കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ, ഇലക്ട്രിക് അയണിൻ്റെ കേസിൽ നമുക്കറിയാം, ഇലക്ട്രിക് അയണിൽ നമ്മൾ എന്ത് കൊടുക്കും? നമ്മൾ ആദ്യം അവിടെ ഒരു ഇലക്ട്രിസിറ്റി കൊടുക്കും അല്ലേ? നമ്മൾ കണക്ട് ചെയ്ത് സ്വിച്ചൊക്കെ ഓൺ ആക്കുമ്പോഴത്തേക്ക് അവിടെ എന്ത് ലഭിക്കും? ഒരു ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഒരു വൈദ്യുതോർജ്ജം നമ്മൾ ഇതിന് കൊടുക്കും. അപ്പോൾ ഇത് വൈദ്യുതോർജ്ജം കിട്ടിക്കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഇതൊരു പ്രവർത്തിക്കാൻ തുടങ്ങും. നമുക്കറിയാം ഈ അയൺ ബോക്സ് ഒക്കെ ഒരു ചെറിയ മെഷീൻ അല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ഈ മെഷീൻ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പഠിച്ചു, മെഷീനുകൾ പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ യന്ത്രം പ്രവർത്തിച്ചാൽ നമുക്ക് കിട്ടുന്ന ഊർജ്ജം ഏതാണ്? യാന്ത്രികോർജ്ജമാണ്. യാന്ത്രികോർജ്ജം. ഇവിടെ യാന്ത്രികോർജ്ജം മാത്രമാണോ നമുക്ക് ലഭിക്കുന്നത്? ഇപ്പോൾ യന്ത്രം പ്രവർത്തിക്കുന്നു, അവർക്കൊരു യാന്ത്രികോർജ്ജം ലഭിക്കുന്നു. ഇവിടെ യാന്ത്രികോർജ്ജം മാത്രമല്ല, എന്തും കൂടെ ലഭിക്കുന്നുണ്ട്, നമുക്ക് താപോർജ്ജം കൂടെ ലഭിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ യന്ത്രം പ്രവർത്തിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് അതിനകത്തൊരു താപം ഉണ്ടാവും. ഈ താപോർജ്ജം ഉപയോഗിച്ചാണ് നമ്മൾ തുണിയൊക്കെ തേക്കുന്നത് അല്ലേ? അപ്പം ഇവിടെ യാന്ത്രികോർജ്ജത്തോടൊപ്പം തന്നെ എന്ത് ഊർജ്ജം ഉണ്ടാകുന്നുണ്ട്? താപോർജ്ജവും ഉണ്ടാകുന്നുണ്ട്, ഹീറ്റ് എനർജിയും ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇലക്ട്രിക് അയൺ പറഞ്ഞപ്പോൾ ഓർത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ മിക്കവാറും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഈ പ്ലഗുകളിലൊക്കെ 3 പ്ലഗ് ഉണ്ട്. നമ്മൾ 3 പിൻ പ്ലഗ് ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതിനകത്ത് 3 പിന്നില്ലേ? 3 പിൻ. അതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു പിൻ ഇങ്ങനെ 3 പിന്നിനകത്ത് ഒരു പിന്നെന്ന് പറഞ്ഞാൽ വളരെ വലിയതാണ്. നമ്മളിപ്പം അയൺ മാത്രമല്ല, നമ്മൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ആയാലും, നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ നിന്നുള്ള വയർ നോക്കിയാലും അല്ലെങ്കിൽ നമ്മുടെ AC-യോ വാഷിംഗ് മെഷീനിലോ ഒക്കെയുള്ള വയർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഇതുപോലെ ഒരു 3 പിൻ വയറാണ് യൂഷ്വലി ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഒരു പിൻ താണ്ട് ഈ ഒരു പിന്നിൻ്റെ വയർ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അല്ലേ? അപ്പം വളരെ വലുതായിരിക്കും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വലുത് മാത്രമല്ല ഇത് നീളം കൂടിയതുമായിരിക്കും. നമ്മൾ ഈ 3 പ്ലഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു പ്ലഗിന് നീളക്കൂടുതൽ ആയിരിക്കും. അതുപോലെ തന്നെ കനക്കൂടുതലുമായിരിക്കും കേട്ടോ. കനവും അതിൻ്റെ തിക്നെസ്സും കൂടുതലായിരിക്കും. ഇതിന് കാരണം എന്താ? അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ 3 വയറിൽ ഈ നീളം കൂടിയതും കനം കൂടിയതുമായിട്ടുള്ള വയറാണ് നമ്മുടെ എർത്ത് വയർ എന്ന് പറയും. എർത്ത് വയർ. അപ്പോൾ ഈ എർത്ത് വയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഏത് ഉപകരണം ഉപയോഗിച്ചാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും 2 വയേഴ്സ്, കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് വയറുണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് അയൺ എടുക്കുകയോ അല്ലെങ്കിൽ ഏതൊരു ഉപകരണം എടുത്താലും അതിനകത്തെല്ലാം ഒരുപാട് വയറുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 വയേഴ്സ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്നു. അപ്പം ഏതെങ്കിലും സമയത്ത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 വയേഴ്സുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? കോണ്ടാക്ട്
കോണ്ടാക്റ്റിൽ വരുന്നു, ഷോർട്ട് സർക്യൂട്ട് നടക്കും. അപ്പം നമുക്കറിയാം ഷോർട്ട് സർക്യൂട്ട് സമയത്ത് ഒരുപാട് കറണ്ടാണ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുന്നത് അല്ലേ, നമ്മുടെ ഇൻസ്ട്രുമെന്റിലേക്ക് ഒരുപാട് കറണ്ട് വരും. അപ്പോൾ ഈ ഒരുപാട് കറണ്ട് വരുമ്പം ഈ കറണ്ട് എന്ത് ചെയ്യണം, പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ഒരു അയൺ ബോക്സ് എടുക്കുകയാണെങ്കിൽ ഇത്രയും കറണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കൈകാര്യം ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോക്ക് അടിക്കാൻ പറ്റും അല്ലേ. കാരണം നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ എന്താ ഉള്ളത്, ജലമാണ്. അപ്പോൾ ഈ ജലം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്ന ഒരു വസ്തുവാണ് നമ്മുടെ ജലം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ എപ്പോഴും നമ്മൾ ഈ അയൺ കുത്തുന്ന സമയത്ത് ആദ്യം കോണ്ടാക്റ്റിൽ വരുന്നത് ഈ എർത്ത് വയറാണ്. കാരണം അതിന് നീളം കൂടുതലാണ്. ബാക്കി 2 വയറിനേക്കാൾ ആദ്യം അത് കോണ്ടാക്റ്റിൽ വരും. അതുപോലെ തന്നെ അവസാനവും നമ്മൾ ആ സോക്കറ്റിൽ നൂരി കഴിഞ്ഞാൽ അവസാനം പോകുന്നതും ആര് തന്നെയാണ്, ഈ എർത്ത് വയറാണ്. സോ ഈ എർത്ത് വയർ നമ്മളിങ്ങനെ പെട്ടെന്ന് കണക്ട് ചെയ്യുമ്പം ഇത്തരത്തിലൊരു എക്സസ് ആയിട്ട് കറണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ എർത്ത് വയർ ആ ഒരു കറണ്ടിനെ അബ്സോർബ് ചെയ്ത് എർത്തിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഉണ്ടാവുന്ന കറണ്ടിനെ ഇല്ലാതാക്കി മാറ്റുന്നു. സോ ഇവിടെ എർത്തിങ് പ്രക്രിയയ്ക്ക് സഹായിക്കുന്നതാണ് ഈ നീളം കൂടിയതും കനം കൂടിയതുമായിട്ടുള്ള വയർ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വയറാണ് എർത്ത് വയർ. ഇപ്പോൾ ഉള്ള എല്ലാ ഉപകരണങ്ങളും നിങ്ങൾ നോക്കിയാൽ മതി 3 പിൻ പ്ലഗ് ആണ്. പണ്ട് കാലങ്ങളിൽ 2 പിൻ പ്ലഗ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് വഴി കറണ്ട് ഉണ്ടായി ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ഉപകരണങ്ങളും എന്ത് ചെയ്യുന്നത്, 3 പിൻ പ്ലഗ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആ അയൺ ബോക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയേ, നമുക്ക് ഇനി ബാക്കി ഉപകരണങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കാം, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. അടുത്തത് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക് ബൾബാണ്. അപ്പം നമുക്ക് ഇലക്ട്രിക് ബൾബിനെ പറ്റി നോക്കാം. ഇലക്ട്രിക് ബൾബിൻ്റെ കേസിൽ എന്താ, ഇലക്ട്രിക് ബൾബ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് ബൾബ് നമ്മൾ കൊടുക്കുന്ന വൈദ്യുതോർജ്ജത്തെ എന്ത് ഊർജ്ജമായിട്ടാണ് മാറ്റുന്നത്, വൈദ്യുതോർജ്ജത്തെ എന്ത് ഊർജ്ജമാക്കി മാറ്റും. നമ്മൾ എന്തിനാ ബൾബ് പൊതുവെ ഉപയോഗിക്കുന്നത്, ലൈറ്റിന് വേണ്ടിയാണ് അല്ലേ. അപ്പോൾ പ്രകാശ ഊർജവും അതോടൊപ്പം നമ്മൾ ഈ ബൾബ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവിടെ എന്തുണ്ടാവുന്നുണ്ട്, താപോർജവും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇലക്ട്രിക്കൽ എനർജിയെ, വൈദ്യുതോർജ്ജത്തെ നമുക്ക് താപോർജവും അതോടൊപ്പം തന്നെ പ്രകാശോർജവുമാക്കി മാറ്റുന്ന ഉപകരണമാണ് ബൾബ്. ഇതിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ഇൻകാൻഡസെന്റ് ബൾബ് എന്നാണ് കേട്ടോ. ഇൻകാൻഡസെന്റ് ബൾബ്. ഈ ഇൻകാൻഡസെന്റ് ബൾബിന് വളരെ ഒരു വലിയ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത വളരെ കുറവായിരിക്കും. എഫിഷ്യൻസി വളരെ കുറവാണ്. കാരണം നമ്മൾ ഇവിടെ കൊടുക്കുന്ന, അതായത് നമ്മളിവിടെ ഇപ്പോൾ കുറച്ച് വൈദ്യുതോർജ്ജം കൊടുക്കും. ആ വൈദ്യുതോർജ്ജത്തിൻ്റെ കൂടുതൽ ഭാഗവും അത് എന്താക്കും, താപോർജ്ജമാക്കും. നമ്മൾ പ്രധാനമായിട്ടും ലൈറ്റ് ഉപയോഗിക്കുന്ന എന്തിനാ, പ്രകാശത്തിന് വേണ്ടിയാണ് അല്ലേ. അപ്പം നമുക്ക് പ്രകാശം തരാതെ അത് കൂടുതൽ താപം തന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ഒരുപാട് നഷ്ടമല്ലേ ഉണ്ടാകുന്നത്. സോ കാര്യക്ഷമതയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻകാൻഡസെന്റ് ബൾബിന് കാര്യക്ഷമത വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാറില്ല, ഇൻകാൻഡസെന്റ് ബൾബ് ഒന്നും നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറില്ല. ഇനി ശ്രദ്ധിക്കണം, ഈ ഇൻകാൻഡസെന്റ് ബൾബിൽ യൂസ് ചെയ്യുന്ന ഫിലമെന്റ് ഏത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ ഫിലമെന്റ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ് കേട്ടോ. നമ്മളൊരു ഇൻകാൻഡസെന്റ് ബൾബ് എടുത്താൽ അവിടെ ഒരു ഫിലമെന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ബൾബ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ബൾബിനകത്ത് ഇങ്ങനെ ഒരു ഷേപ്പിലിരിക്കും, ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ ഇതാണ് ഈ ഇങ്ങനെ ആ ഒരു രീതിയിലൊരു ഷേപ്പിലിരിക്കുന്നില്ലേ, ഇതാണ് നമ്മുടെ ഫിലമെന്റ്. അപ്പോൾ ഈ ഫിലമെന്റ് ആരാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ടങ്സ്റ്റൺ ആണ് ഇവിടെ പൊതുവെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലൊരു ഇൻകാൻഡസെന്റ് ബൾബ് നിർമ്മിക്കുന്ന സമയം നമ്മൾ ഇതിൻ്റെ അകം മൊത്തം അങ്ങ് ശൂന്യമാക്കി കൊടുക്കണം, വാക്വം ആക്കി കൊടുക്കണം കേട്ടോ. നമ്മളിവിടെ ശൂന്യമാക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എടുക്കുന്ന ആ ഒരു ടങ്സ്റ്റൺ ഇല്ലേ, ഈ ടങ്സ്റ്റൺ ഇപ്പം നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു ഗ്യാസ് ഉണ്ടെങ്കിൽ ഈ ഗ്യാസുമായിട്ട് ടങ്സ്റ്റൺ റിയാക്ട് ചെയ്യും. നമുക്കറിയാം ടങ്സ്റ്റൺ ഒരു എലമെൻറ്റാണ്. ഏതെങ്കിലും ഒരു ഗ്യാസ് ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, റിയാക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യണം, വാക്വം ആക്കണം. അപ്പം വാക്വം ആക്കുന്ന എന്തിനാണ്, ഇവരുടെ ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ ഇല്ലാതാവാനാണ് കേട്ടോ. ഓക്സീകരണം ഇല്ലാതാക്കാൻ.
കാരണം നമ്മൾ ഈ ടങ്സ്റ്റനോടൊപ്പം ഏതെങ്കിലും ഒരു ഗ്യാസ് ഇരുന്നാൽ എന്ത് ചെയ്യും, ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കിട്ടില്ല, അവർ വേറെ വേറെ റിയാക്ഷനിലോട്ട് പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ എന്താക്കുന്നത്, വാക്വം ആക്കുന്നത്. പക്ഷേ ഇത് വാക്വം ആക്കിയ ഒരു പ്രശ്നം വരും. വാക്വം ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ടങ്സ്റ്റൻ ഇല്ലേ, അത് പെട്ടെന്ന് എന്ത് ചെയ്യും, ബാഷ്പീകരിച്ച് പോകും. പെട്ടെന്ന് അങ്ങ് ടങ്സ്റ്റൻ ഇവാപ്പറേറ്റ് ആയി പോകും, പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകും. അപ്പം നമ്മുടെ ടങ്സ്റ്റൻ അങ്ങ് ഇല്ലാതാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആരെങ്കിലും ഇവിടെ നിറയ്ക്കണം. അതുകൊണ്ട് നമ്മൾ പൊതുവെ ഇനേർട്ട് ഗ്യാസുകളെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ നമ്മുടെ ബൾബിൽ, ഇൻകാൻഡസെന്റ് ബൾബിൽ നിറയ്ക്കുന്നത് ഇനേർട്ട് ഗ്യാസ് ആണ്. ഇനേർട്ട് ഗ്യാസുകൾ പറയുന്നെങ്കിലും നമ്മൾ നിറയ്ക്കുന്ന ആള് നൈട്രജൻ ആണ് കേട്ടോ, നൈട്രജൻ. കാരണം നമ്മൾ ഈ ഇനേർട്ട് ഗ്യാസിനെ ഇവിടെ നിറയ്ക്കുമ്പോൾ നമ്മൾ പ്രഷർ വളരെ കുറവായിരിക്കണം, കുറഞ്ഞ മർദ്ദത്തിൽ വേണം ഇനേർട്ട് ഗ്യാസിനെ നമ്മളിവിടെ നിറയ്ക്കാനായിട്ട്, ലോ പ്രഷറിൽ. അപ്പം നമ്മൾ ഈ ലോ പ്രഷറിൽ, ഈ വളരെ ലോ പ്രഷറുകളിൽ നമ്മുടെ നൈട്രജൻ ഇല്ല, നമുക്കറിയാം നൈട്രജൻ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. അതുകൊണ്ട് നമുക്ക് ഈസിലി അവൈലബിൾ ആണ് നൈട്രജൻ. വളരെ ലോ പ്രഷറിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ നൈട്രജൻ ഏകദേശം ഇനേർട്ട് ഗ്യാസിനെ പോലെ തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാലോ 18ാമത്തെ ഗ്രൂപ്പിൽ ഇനേർട്ട് ഗ്യാസിനെ ഇവിടെ നിറച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇനേർട്ട് ഗ്യാസ് ആരുമായിട്ടും റിയാക്ട് ചെയ്യില്ല, അവർക്ക് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളവരാണ് 18ാം ഗ്രൂപ്പിലുള്ളവർ. അപ്പോൾ അവരെവിടെ നിറച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല, നമ്മുടെ ടങ്സ്റ്റനുമായിട്ടൊന്നും പോയി റിയാക്ട് ചെയ്യത്തുമില്ല. ഈ ടങ്സ്റ്റൻ ഫിലമെൻ്റെ ബാഷ്പീകരണം കുറയ്ക്കാനും പറ്റും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇനേർട്ട് ഗ്യാസിനെ നിറയ്ക്കുന്നു. ഇനേർട്ട് ഗ്യാസ് ഇല്ലെങ്കിലും നമ്മൾ നൈട്രജനെ നിറച്ചാൽ മതി. കാരണം ഇവിടെ ഓൾറെഡി ലോ പ്രഷറാണ്. ഈ ലോ പ്രഷറിൽ ഈ നൈട്രജൻ വന്ന് നിൽക്കുമ്പം അവനൊരു ഇനേർട്ട് ഗ്യാസിനെ പോലെ അങ്ങ് പ്രവർത്തിക്കും. അപ്പോൾ എന്ത് ചെയ്യില്ല, ഇവർ വേറെ ആരുമായിട്ടും റിയാക്ട് ചെയ്യുകയില്ല, നമ്മുടെ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കുക. ഇൻകാൻഡസെന്റ് ബൾബിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫിലമെൻ്റ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ എന്നുള്ള ഫിലമെൻ്റ് ഇവിടെ ഉപയോഗിക്കുമ്പോൾ നമ്മളിവിടെ വാക്വം ആക്കണം. എന്തിനാണ് നമ്മളിവിടെ ശൂന്യതയാക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഗ്യാസ് ഉണ്ടെങ്കിൽ ഓക്സീകരണം നടക്കും, അത് ഇല്ലാതാക്കാൻ നമ്മളിവിടെ വാക്വം ആക്കണം. വാക്വം ആക്കുമ്പം ഉണ്ടാകുന്ന ഒരു പ്രശ്നം, പെട്ടെന്ന് നമ്മുടെ ഫിലമെൻ്റ് അങ്ങ് ബാഷ്പീകരിച്ച് പോകും. അതില്ലാതാക്കാൻ വേണ്ടി ലോ പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഇനേർട്ട് ഗ്യാസിനെ നിറയ്ക്കുക. ഇനേർട്ട് ഗ്യാസിനെ നിറയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നൈട്രജനെ നിറച്ചാലും മതി. പൊതുവേ നമ്മൾ നൈട്രജൻ ആണ് കേട്ടോ നിറയ്ക്കുന്നത്. കാരണം ലോ പ്രഷറിൽ നൈട്രജൻ ഒരു ഇനേർട്ട് ഗ്യാസിനെ പോലെ പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ഡൈനാമോയെ പറ്റിയാണ്. എന്താണ് ഡൈനാമോ? നമുക്ക് ഡൈനാമോ നോക്കാം. ഡൈനാമോ എന്ന് പറയുന്നത് നമ്മുടെ ജനറേറ്ററിന് തുല്യമായിട്ടുള്ള, ജനറേറ്ററിൻ്റെ അതേ പ്രവർത്തനം നടക്കുന്ന ഒരു ഉപകരണമാണ് ഡൈനാമോ. അപ്പോൾ ഡൈനാമോ ജനറേറ്ററിന് തുല്യമല്ലേ? ജനറേറ്ററിൽ എന്ത് എനർജി എന്തായിട്ടാണ് മാറുന്നത്? ജനറേറ്റർ ഒരു മെഷീനാണ് അല്ലേ? അപ്പോൾ ആ മെഷീൻ കിടന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? മെഷീൻ പ്രവർത്തിച്ചാൽ എന്തുണ്ടാവും? യാന്ത്രികോർജ്ജം ഉണ്ടാകും, മെക്കാനിക്കൽ എനർജി ഉണ്ടാവും. എന്നിട്ട് ഔട്ട്പുട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കറണ്ട് അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും കിട്ടുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും കിട്ടുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഇലക്ട്രിക് ഫാൻ. അപ്പോൾ ഫാനിൻ്റെ കേസിൽ നമുക്കറിയാം, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നു അല്ലേ? നമ്മുടെ ഫാനിൻ്റെ സ്വിച്ച് നമ്മൾ ഓൺ ആക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? ഫാന് വൈദ്യുതോർജ്ജം ലഭിക്കുന്നു. അപ്പം വൈദ്യുതോർജ്ജം ലഭിക്കുമ്പോൾ ഫാൻ എന്ത് ചെയ്യും? കടന്ന് കറങ്ങും. ഫാൻ എന്ന് പറയുന്നത് ഒരു മെഷീൻ അല്ലേ? ആ മെഷീൻ കടന്ന് കറങ്ങിയാൽ എന്ത് കിട്ടും? നമുക്ക് മെക്കാനിക്കൽ എനർജി കിട്ടും, അല്ലെങ്കിൽ യാന്ത്രികോർജ്ജം ലഭിക്കും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവും ആക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രിക് അയണാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏത്? ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ദ്രവ്യം എന്ന് നമുക്കൊന്ന് നോക്കാം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ മാറ്റർ. മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട ദ്രവ്യം എന്ന് പറഞ്ഞാൽ ദ്രവ്യത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, ഒരു ദ്രവ്യത്തിന് എന്ത് വേണം? മാസ് വേണം, പിണ്ഡം വേണം. അതോടൊപ്പം തന്നെ അതിന് ഇരിക്കാനൊരു സ്ഥലവും കൂടി വേണം, വോളിയവും വേണം. അപ്പോൾ ഇത് 2 ഉള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രവ്യത്തിൻ്റെ പ്രത്യേകതയാണ് എല്ലാ ദ്രവ്യങ്ങൾക്കും പിണ്ഡം ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ ഇരിക്കാനൊരു സ്ഥലവും ആവശ്യമാണ്. അതായത് അതിനൊരു വോളിയവും കാണും, അതോടൊപ്പം തന്നെ മാസും കാണും. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ മാറ്ററിനെ 7 സ്റ്റേറ്റായിട്ട്, ആക്ച്വലി ഇപ്പോൾ പുതിയ പല സ്റ്റേറ്റുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ 8th SCERT ടെക്സ്റ്റ് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ 7
7 സ്റ്റേറ്റുകളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സോ ഞാൻ ഈ 7 സ്റ്റേറ്റുകളുടെ കാര്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ 7 സ്റ്റേറ്റുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഖരം, സോളിഡ്. നെക്സ്റ്റ് ദ്രാവകം, ലിക്വിഡ്. 3 വാതകം, ഗ്യാസ്. 4ാമത്തെ സ്റ്റേറ്റ് പ്ലാസ്മ. 5ാമത്തെ സ്റ്റേറ്റ് ഓർത്തു വെക്കണേ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ക്വാർക്ക് ഗ്ലൂവോൺ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഇതിനെ സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ് എന്നും പറയും. അപ്പോൾ ഈ 7 സ്റ്റേറ്റുകളാണ് നമ്മുടെ SCERT ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ദ്രവ്യത്തിൻ്റെ 7 സ്റ്റേറ്റുകൾ നോക്കി വെക്കുക. ഇതാണ് ആ ഓർഡർ കേട്ടോ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ്. ഇതിൽ നമുക്കറിയാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇതിൻ്റെ കേസസ് നമുക്ക് പൊതുവേ അറിയാം. ഇപ്പം നമ്മൾ ഖരം, ദ്രാവകം, വാതകം നോക്കിക്കഴിഞ്ഞാൽ വാതക തന്മാത്രകൾ അല്പം കൂടി വേഗത്തിൽ സഞ്ചരിക്കും. അവിടെ ബലങ്ങളൊന്നുമില്ല. ഇത്തരത്തിൽ വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്നവരാണ്, വേഗത്തിൽ സഞ്ചരിക്കുന്നു. അതോടൊപ്പം ബലവും കുറവാണ്. ഇവരുടെ ഇടയിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ കുറവായിരിക്കും. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കുറവാണ്. എന്നാൽ നമ്മൾ സോളിഡ് നോക്കിയേ, ഖരപദാർത്ഥങ്ങളിൽ എന്താ പ്രത്യേകത? ഈ തന്മാത്രകൾ വളരെ അടുത്തായിരിക്കും. അതായത് ഇവരുടെ തന്മാത്രകൾക്കിടയിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവരുടെ സഞ്ചരിക്കുന്ന സ്പീഡ് എന്തായിരിക്കും? ലോ ആയിരിക്കും കേട്ടോ. സഞ്ചരിക്കുന്ന സ്പീഡ് എന്തായിരിക്കും? ഇവർക്ക് ലോ ആയിരിക്കും. കാരണം ഇവർക്ക് ഒട്ടും തന്നെ സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ നോക്കിയാൽ മതി, ഏതെങ്കിലും ഒരു സോളിഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാമല്ലോ, തന്മാത്രകളെല്ലാം വളരെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഒട്ടും തന്നെ ചലിക്കാൻ പറ്റില്ല. സഞ്ചരിക്കുന്ന വേഗത വളരെ കുറവാണ്. ഇവരുടെ ഇടയിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് വളരെ കൂടുതലുമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ 4ാമത്തെ സ്റ്റേറ്റ് പ്ലാസ്മ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസ്മ എന്ന് പറയുമ്പം ഈ തന്മാത്രകളെല്ലാം അയോണിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന സ്റ്റേറ്റ് ആണ്. അയോൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അയോൺസ് ആയിട്ട് മാറും. അതായത് ഞാനിപ്പോൾ സോഡിയം എന്നും പറയുന്നു. സോഡിയത്തിന് നമ്മൾ Na, നാട്രിയം എന്നുള്ള ലാറ്റിൻ നെയിമിൽ നിന്ന് നമ്മൾ Na എന്നാണ് കേട്ടോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്? ഒരു എലമെൻ്റ് ആണ്. ഓക്കെ, ഇതൊരു എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ മൂലകമാണ്. ഇനി ഞാൻ ഇവർക്കൊരു ചാർജ് കൊടുക്കുന്നു. ഞാൻ സോഡിയത്തിന് ഒരു പ്ലസ് ചാർജ് കൊടുത്തു. അപ്പോൾ ഈ എലമെൻ്റ് ആയിരുന്ന സോഡിയം ഇപ്പം എന്തായിട്ട് മാറി? ഒരു അയോണായിട്ട് മാറി. ഇതുപോലെ തന്നെ ഞാൻ ക്ലോറിൻ എടുക്കുന്നു. അപ്പോൾ ക്ലോറിൻ്റെ കേസ് നോക്കിയാൽ ഞാൻ ക്ലോറിന് മാത്രമല്ലേ എഴുതുന്നത്. അപ്പോൾ ഇതെന്താ? ഒരു മൂലകമാണ്. ഇപ്പോൾ ഒരു എലമെൻ്റ് ആയിട്ട് എഴുതുവാണ്. ഇനി ഞാൻ ഇവനൊരു ചാർജ് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ മൈനസ് ചാർജ്. ഇലക്ട്രോൺ, ഞാനൊരു ഇലക്ട്രോണിനെ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തും ലോസ് ചെയ്തുമാണ് ഈ ചാർജ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ഇപ്പം ഇതിന് ക്ലോറിന് ഒരു മൈനസ് ചാർജ് കിട്ടുന്നു. അപ്പം ഇത് എന്തായി? ഒരു അയോണായി. അപ്പോൾ അയോൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് കാണും? ചാർജ് കാണും. അപ്പം പ്ലാസ്മയിൽ ഇപ്പം എന്ത് ചെയ്യുന്നു? എല്ലാവരും അയോൺസിൻ്റെ ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അയോൺസിൻ്റെ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും. അതായത് ആളുകൾക്കെല്ലാം ചാർജ് കിട്ടും. ഒന്നെങ്കിൽ പോസിറ്റീവ് ചാർജ് കിട്ടും, ഒന്നെങ്കിൽ നെഗറ്റീവ് ചാർജ് കിട്ടും. അത് അവരുടെ നേച്ചർ അനുസരിച്ചായിരിക്കും. അപ്പോൾ ഇവർ അയോൺ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോമാണ് പ്ലാസ്മ. നമ്മൾ യൂഷ്വലി നക്ഷത്രങ്ങളിൽ അതുപോലെ തന്നെ സൂര്യനിൽ ഒക്കെ ഈ ഒരു പ്ലാസ്മ സ്റ്റേറ്റിലായിരിക്കും എല്ലാം നിൽക്കുന്നത്. കാരണം എല്ലാവർക്കും ചാർജ് കിട്ടി, ഇങ്ങനെ അയോൺസിൻ്റെ രൂപത്തിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മിന്നലൊക്കെ നടക്കുന്ന സമയത്ത്, ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് എന്ത് ചെയ്യും? തന്മാത്രകൾ ഈ
അയോൺ സ്റ്റേറ്റിലേക്ക് വരും കേട്ടോ. അതായത് അവർ പ്ലാസ്മ സ്റ്റേറ്റിൽ വരും. കാരണം ഈ മിന്നലിൻ്റെ സമയത്ത് ഒരുപാട് വോൾട്ടേജ് അല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ തന്മാത്രകളൊക്കെ നല്ല ബോണ്ടിലൊക്കെ നിൽക്കുന്ന തന്മാത്രകളൊക്കെ പെട്ടെന്ന് വിഘടിച്ചു പോകും. അപ്പോൾ അവർക്ക് എന്ത് കിട്ടും? ചാർജ് കിട്ടും. ഒന്നെങ്കിൽ പ്ലസ് ചാർജ് അല്ലെങ്കിൽ മൈനസ് ചാർജ്. അവർ പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ പ്ലാസ്മ എന്ന് പറയുമ്പം അവർ അയോൺ രൂപത്തിലായിരിക്കും നിലനിൽക്കുന്നത്. നക്ഷത്രങ്ങളിലും സൂര്യനിലും നമ്മൾ കാണുന്നത് പ്ലാസ്മ സ്റ്റേറ്റ് ആണ്. മിന്നൽ സമയങ്ങളിൽ ഉണ്ടാകുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? പ്ലാസ്മ സ്റ്റേറ്റ് ആണ്. അത്രയും ഓർത്ത് നോക്കണേ. ഇനി അഞ്ചാമത്തേതാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇനി ഓർത്തിരിക്കേണ്ടത് ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അനുസരിക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോസോൺസ്. എന്ന് വിളിക്കും? ബോസോൺസ്. അതായത് ആരാണോ ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് സ്റ്റേജിൽ നിൽക്കുന്നത് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോസോൺസ്. ഓക്കെ, ഇനി ആറാമത്തെ സ്റ്റേറ്റ് ആണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അപ്പോൾ ആരാണോ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഒബേ ചെയ്യുന്നത് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെർമിയോൺസ്. ഫെർമിയോൺസ്. ഓക്കെ, അപ്പോൾ ആരാണോ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഒബേ ചെയ്യുന്നത് അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഫെർമിയോൺസ് എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയൊക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്, നമ്മൾ ഇപ്പോൾ ടെക്സ്റ്റിൽ പറയുന്ന ലാസ്റ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ 7th സ്റ്റേറ്റ് ആണ് ക്വാർക്ക് ഗ്ലൂവോൺ സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇവരെ വിളിക്കും സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഈ 7 സ്റ്റേറ്റുകൾ നിങ്ങൾക്ക് ഓക്കെ ആയല്ലോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ. അപ്പം നമ്മൾ ആദ്യം പഠിച്ചു ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പോൾ ആൻസർ അഞ്ചാമത്തെ സ്റ്റേറ്റ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. പ്ലാസ്മ എത്രാമത്തെ സ്റ്റേറ്റ് ആണ്? 4ാമത്തെ സ്റ്റേറ്റ് ആണ് അല്ലേ. നക്ഷത്രങ്ങളിലും സൂര്യനിലും കാണപ്പെടുന്നു, അയോൺ രൂപത്തിൽ നിലനിൽക്കുന്നു, ലൈറ്റ്നിങ്ങിൻ്റെ സമയത്തും പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ, അടുത്തത് വാതകം ഏതാണ്? 3ാമത്തെ സ്റ്റേറ്റ് ആണ് അല്ലേ. തന്മാത്രകൾക്ക് നല്ല വേഗതയുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അവിടെ ഉണ്ടാകുന്ന ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കുറവായിരിക്കും. ഇനി ഫെർമിയോണിക് കണ്ടൻസേറ്റ് എത്രാമത്തെ സ്റ്റേറ്റ് ആണ്? 6ാമത്തെ. ഇത് അനുസരിക്കുന്നവരെ നമ്മൾ ഫെർമിയോൺസ് എന്ന് വിളിക്കും. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അനുസരിക്കുന്നവരെ നമ്മൾ ബോസോൺസ് എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പം ഇത്രയൊക്കെ ആയല്ലോ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കത്തിന് എന്ത് മാറ്റം സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നോക്കണേ. ഇതെന്ന് പറയുന്നത് ആക്ച്വലി കെമിസ്ട്രിയും കൂടെ ചേർന്ന് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഞാൻ ഇവിടെ 2 പ്രതിഭാസങ്ങളുണ്ട്. ഒന്ന് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റും നെക്സ്റ്റ് വൺ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഇവിടെ 2 പ്രതിഭാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഓക്കെ, നമുക്ക് ആദ്യം ഇത് പറയാം, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അതായത് ഞാൻ കുറച്ച് വെള്ളം എടുത്തു. ഞാൻ നല്ല ശുദ്ധമായ വെള്ളം എടുത്ത്, നല്ല പ്യുവർ വാട്ടർ, ശുദ്ധമായ വെള്ളം എടുത്തു. ഓക്കെ, ഞാനതിനെ തിളപ്പിച്ചു. അതായത് ഈ വെള്ളത്തെ ഞാൻ തിളപ്പിച്ചു. അപ്പം നമുക്കറിയാമല്ലോ, ശുദ്ധമായ വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചറാണ് ഇത് ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനില എന്ന് പറയും. നമുക്കറിയാം ശുദ്ധമായ ജലത്തിൻ്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ. 100 ഡിഗ്രി സെൽഷ്യസിൽ ജലം നമ്മൾ തിളയ്ക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇനി ഞാൻ ഈ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടു. അപ്പം ഞാൻ ആദ്യം വെള്ളം എടുത്തു, അതിനെ ഒന്ന് തിളപ്പിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ടെർമോമീറ്റർ വെച്ച് നോക്കുകയാണ് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് തിളയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടി 100 ഡിഗ്രി സെൽഷ്യസ്. നമുക്കറിയാം ജലം തിളയ്ക്കുന്ന തിളനില, ജലത്തിൻ്റെ തിളനില എന്ന് പറഞ്ഞ് നമുക്കറിയാവുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ഇത് തിളയ്ക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇനി ഞാനാണ് ഇതേ ജലത്തിലേക്ക് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് ഉപ്പിട്ടു, സോഡിയം ക്ലോറൈഡ്. ഉപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഈ വെള്ളത്തിൽ തന്നെ കുറച്ച് ഉപ്പിട്ടു. എന്നിട്ട് ഇതുപോലെ ഞാനൊരു തെർമോമീറ്റർ എടുത്ത്, നമുക്കറിയാം ടെമ്പറേച്ചർ അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ അല്ലെങ്കിൽ താപമാപിനി എന്ന് പറയും. അപ്പം നമ്മൾ ഇതുപോലൊരു തെർമോമീറ്റർ എടുത്ത് ടെമ്പറേച്ചർ നോക്കുമ്പം എനിക്ക് കാണാൻ പറ്റും ടെമ്പറേച്ചർ 100 അല്ല 103 കാണുന്നു. അതിനർത്ഥം എന്താ? നമ്മൾ ഇവിടെ ഒരു ശുദ്ധമായ ജലത്തിലേക്ക് ഒരാളെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് പറ്റി? അവരുടെ തിളനില കൂടി അല്ലേ. തിളനില 100ൽ നിന്നും 103 ആയി. അതായത് 100 തിളനിലയുള്ള സാധനം 103 ആയി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും 103 ആയി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ എടുത്ത വെള്ളത്തിന് വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. ഇത് 103 ആവാൻ കാരണം എന്താണ്ട് ഈ ഒരു സോഡിയം ക്ലോറൈഡ് ആണ്, നമ്മുടെ കറിയുപ്പ് അല്ലേ, സോഡിയം ക്ലോറൈഡ്. അതായത് ഇവിടെ ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള, നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ
ബാഷ്പീകരിച്ച് പോകാത്ത, അതായത് നമ്മൾ ഉപ്പെടുത്താൽ അത് ബാഷ്പീകരിച്ച് പോകുമോ? ഇല്ല, ബാഷ്പീകരിച്ച് പോകത്തില്ല അല്ലെ. വെള്ളം ബാഷ്പീകരിച്ച് പോകും, പക്ഷെ ഉപ്പ് എന്ത് ചെയ്യില്ല, ബാഷ്പീകരിച്ച് പോകില്ല. നോൺ വോളറ്റൈൽ ആണ്. അത് പെട്ടെന്ന് എന്താവില്ല, വേപ്പർ ആവില്ല, അല്ലെങ്കിൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, അങ്ങ് ബാഷ്പീകരിച്ച് പോകില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാളെ നമ്മൾ കൊണ്ടുവന്ന് ചില വസ്തുക്കളിലേക്ക് ആഡ് ചെയ്യുന്നു. ജലത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്തപ്പോൾ എന്ത് പറ്റി, ജലത്തിൻ്റെ തിളനില വർദ്ധിച്ചു. ഈ ഒരു ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ്, തിളനിലയിൽ ഉണ്ടാകുന്ന വർധനവ്. ഓക്കെ, മലയാളം ടേം അതാണ്, തിളനിലയിൽ ഉണ്ടാകുന്ന വർധനവ്. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം ഒരു ജലം എടുത്തു, ആ ജലത്തിലേക്ക് നമ്മളൊരു വസ്തുവിനെ ആഡ് ചെയ്തപ്പം, ബാഷ്പീകരിച്ച് പോകാത്ത വസ്തുവാണ്, ബാഷ്പീകരിച്ച് പോകാത്ത ഉപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ എന്ത് പറ്റി, അതിൻ്റെ തിളനില വർദ്ധിച്ചു. ഇതിന് ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഞാൻ അടുത്തത് നടക്കാൻ പോകുന്നത്. അതായത് നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പം നമുക്കറിയാം ഐസ്, നമ്മളൊരു ഐസ് എടുക്കുന്നു, ഐസ് ഉരുകുന്ന താപനിലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ദ്രവണാങ്കം അല്ലെ. ദ്രവണാങ്കം എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. ഐസ് നമ്മൾ എടുത്ത്, ഞാനൊരു ഐസ് എടുത്തു, എന്നിട്ട് ഞാനത് വെളിയിൽ വെച്ചപ്പോൾ അത് ഉരുകാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ ഉരുകുന്ന ആ താപനില നോക്കിയപ്പം എനിക്ക് കിട്ടി അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് ഉരുകുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഐസിൻ്റെ ദ്രവണാങ്കം എത്രയാണ്, 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഇതേ ഐസ് കൊണ്ടുവന്ന് ഞാൻ താണ്ടെ കുറച്ച് കറിയുപ്പിടുക. നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് നമ്മുടെ സോഡിയം ക്ലോറൈഡിനെ എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമുക്ക് കാണാൻ പറ്റും, നേരത്തെ അത് 0 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു തിളച്ചുകൊണ്ടിരുന്നത് അല്ലേ, തിളച്ചിക്കല്ല സോറി 0 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു അത് മെൽറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഉരുകിയത്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറഞ്ഞ ഒരു താപനില. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാനിവിടെ എടുക്കുന്നത് -10 ഡിഗ്രി സെൽഷ്യസ് എടുത്തെന്ന് വിചാരിക്കുക. അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ ഉരുകിക്കൊണ്ടിരുന്ന ആൾ താണ്ടെ -10ലേക്ക്, അതിനേക്കാൾ താഴ്ന്ന ഒരു താപനിലയിലാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഉരുകാനായിട്ട് തുടങ്ങിയത്. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നു ദ്രവണാങ്കം എന്ത് ചെയ്തു, കുറഞ്ഞു. ഇവിടെ എന്ത് ചെയ്തു, താപനില കൂടി, 100-ൽ നിന്നും 103-ലേക്കായി. പക്ഷെ ഇവിടെ നോക്കിയേ, ദ്രവണാങ്കം 0-ൽ നിന്നും -10-ലേക്കായി. അപ്പൊ ഇതിന് രണ്ടിനും കാരണം ആരാ, നമ്മുടെ കറിയുപ്പാണ് അല്ലേ. കറിയുപ്പിന്റെ നേച്ചർ ശ്രദ്ധിക്കുക, അതെന്താവരുത്, ബാഷ്പീകരിച്ച് പോകുന്ന ആളെ നമ്മൾ യൂസ് ചെയ്യരുത്, ബാഷ്പീകരിക്കാത്ത ആളായിരിക്കണം, നോൺ വോളറ്റൈൽ ആയിരിക്കണം. ഇത്തരത്തിലുള്ള ഒരാളെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, നമ്മളൊരു പ്യുവർ ആയിട്ടുള്ള ഒരു സോൾവെന്റ് എടുത്തിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരാളെ ആഡ് ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റും അവരുടെ തിളനില വർദ്ധിക്കും. തിളനില എന്ത് ചെയ്യുന്നു, വർദ്ധിക്കും. എന്നാൽ അവരുടെ ദ്രവണാങ്കവോ, മെൽറ്റിംഗ് പോയിന്റോ, ദ്രവണാങ്കം അത് കുറയും. ഇപ്പോൾ ഉള്ള എത്രയാണോ അതിൽ നിന്നും കുറയും. അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്ന ഒരു ഫിനോമിന. അപ്പം നിങ്ങൾക്കത് ഓക്കെ ആയോ? നിങ്ങൾക്കത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായോ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു ഐസ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്, അതിലേക്ക് ഉപ്പ് കൊണ്ടുവന്നിടുവാണ്. അപ്പൊ ദ്രവണാങ്കം എന്ത് ചെയ്യും, ദ്രവണാങ്കം കുറയുന്നു. ദ്രവണാങ്കം 0 ആയിരുന്നു, 0-ൽ നിന്നും കുറഞ്ഞൊരു വാല്യൂവിലേക്ക് പോകുന്നു. അപ്പൊ ദ്രവണാങ്കം എന്ത് ചെയ്യുന്നു, കുറയുന്നു. പക്ഷെ തിളനില ആയിരുന്നെങ്കിലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജലത്തിലേക്ക് നിങ്ങൾ കറിയുപ്പിടുന്നു, അപ്പൊ തിളനില എന്ത് ചെയ്തേനെ, കൂടിയേനെ. ഓക്കെ, അപ്പൊ ആ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇത് ആക്ച്വലി എല്ലാം നമ്മൾ 10th ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ലെവൽ കൂടിക്കൂടിയാണ് പല PSC എക്സാമുകളിലും ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പം നമ്മളെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. എല്ലാ ടോപ്പിക്സുകളും നിങ്ങൾ മാക്സിമം PYQ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പഠിക്കുക. അതും റിലേറ്റഡ് ഫാക്ട്സും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു എക്സാമിനും ട്രൂലി യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം ഏത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം. അപ്പൊ നമ്മുടെ സ്പ്രിങ്ങിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിയമത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു സ്പ്രിങ്ങിന്റെ പ്രവർത്തനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഞാൻ ദാ ഇവിടെ ഒരു സ്പ്രിങ് എടുത്തു. ഇത്തരത്തിലൊരു സ്പ്രിങ് എൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ദാ ഈ ഒരു അറ്റത്ത് വന്ന്, ഞാൻ ദാ ഇവിടെ അറ്റത്ത് വന്നിട്ട് ഞാൻ ദാ ഇങ്ങോട്ടൊരു ബലം കൊടുത്തു. ഞാൻ ദാ ഇങ്ങോട്ട്, ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന സ്പ്രിങ്ങാണ്. അപ്പോൾ എനിക്ക് വിചാരിക്കുക ഈ സ്പ്രിങ് ഇങ്ങനെ ഇരിക്കേണ്ട, ഞാൻ ഇതിൻ്റെ അറ്റത്തൊരു ബലം കൊടുത്തു. എനിക്ക് ഈ സ്പ്രിങ്ങിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റണം. അതായത് ഇങ്ങനെ ഇരിക്കുന്ന സ്പ്രിങ്ങിൻ്റെ രൂപം ഒന്ന് മാറ്റി അത് ഇച്ചിരിയും കൂടെ ഒന്ന് നീട്ടണം. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ രൂപം മാറ്റാനായിട്ട് ഒരു ബലം ദാ ഇവിടെ കൊടുത്തു. ഈ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് രൂപാന്തര ബലം. അതായത് നമ്മൾ രൂപം മാറ്റുമല്ലേ, ഇങ്ങനെ ഇരുന്ന സ്പ്രിങ്ങിനെ ഇച്ചിരിയും കൂടെ നീട്ടുമ്പോൾ
അവൻ്റെ രൂപം മാറ്റുമല്ലേ. വല്ല ഇങ്ങനെ ഇരിക്കുന്ന സ്പ്രിങ്ങിനെ അമർത്തി കഴിഞ്ഞാൽ അവൻ്റെ രൂപം മാറ്റുമല്ലേ. അപ്പം രൂപം മാറ്റുന്ന രൂപാന്തര ബലം എന്നാണ് നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് എന്നാണ് കേട്ടോ പറയുന്നത്. രൂപാന്തര ബലം നമ്മളിവിടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു രൂപാന്തര ബലം കൊടുത്തു. അപ്പോൾ നമുക്കറിയാം എന്തായാലും ഈ ഒരു ബലം കൊടുത്തു കഴിയുമ്പം ഇങ്ങനെ ഇരുന്ന സ്പ്രിങ് അല്പം കൂടി നീളം കൂട്ടും അല്ലേ. ഇപ്പം ഇങ്ങനായി മാറി. നേരത്തെ ദാ ഇത്രയും നീളമേ ഉള്ളൂ. അപ്പോൾ അതാ നോക്കിയേ, നീളം എന്താ ഇത്രയും കൂടി അല്ലേ. അതിന് ചെറുതായിട്ട് നീളം വർദ്ധിച്ചു. അപ്പോൾ അതിന് ചെറുതായിട്ട് അതിനൊരു സ്ഥാനാന്തരം ഉണ്ടായി. ഇത്രയും ഉള്ള ആൾ ഇത്രയും നീങ്ങി. അപ്പോൾ ഇത്രയും അതിന് എന്തുണ്ടായി, ഒരു ചെറിയ സ്ഥാനാന്തരം ഉണ്ടായി. ആദ്യം ഇവിടെ അല്ലേ ഇരുന്നത്. അപ്പോൾ നമ്മൾ ഈ ബലം കൊടുത്തപ്പോൾ കണ്ടോ, അതിന് ഇത്രയും ഒരു സ്ഥാനാന്തരം ഉണ്ടായി. അപ്പോൾ നമ്മളൊരു ബലം കൊടുത്തു, നമ്മളൊരു രൂപാന്തര ബലം കൊടുത്തു. അപ്പോൾ രൂപാന്തര ബലം കൊടുത്ത അതേ ദിശയിൽ ഞാൻ ദാ ഇങ്ങോട്ടല്ലേ രൂപാന്തര ബലം കൊടുത്തത്, ഇങ്ങോട്ടല്ലേ ഞാൻ വലിച്ചു നീട്ടിയേ, അതേ ഡയറക്ഷനല്ലേ അതിന് സ്ഥാനാന്തരം ഉണ്ടായി. അപ്പം നമ്മൾ രൂപാന്തര ബലം കൊടുത്തപ്പം അതേ ദിശയിൽ അതിന് എന്തുണ്ടായി, ഒരു സ്ഥാനാന്തരം ഉണ്ടായി. പക്ഷെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനത്തെ ഒരു സ്പ്രിങ്ങിനെയൊക്കെ രൂപം മാറ്റാൻ ശ്രമിക്കുക. ഞാനൊരു രൂപാന്തര ബലം കൊടുക്കുക, പെട്ടെന്ന് തന്നെ ഞാൻ ഈ കൈ അങ്ങ് വിടുമ്പോഴത്തേക്ക്, അതായത് ഞാനിങ്ങനെ വലിച്ചു നീട്ടിയ സ്പ്രിങ്ങിനെ ഞാൻ കൈ വിടുമ്പോഴത്തേക്ക് സ്പ്രിങ് എന്ത് ചെയ്യും, അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരും അല്ലേ. അതായത് നമ്മൾ എപ്പോഴും ഒരു രൂപാന്തര ബലം കൊടുക്കുമ്പോൾ രൂപാന്തര ബലത്തിന് എതിരായിട്ട് മറ്റൊരു ബലം സിസ്റ്റത്തിൽ ഉണ്ടാവും. രൂപാന്തര ബലത്തിന് തുല്യവും വിപരീതവുമായിട്ട് മറ്റൊരു ബലം ഇവിടെ ഉണ്ടാവും. ഈ ബലത്തെ നമ്മൾ വിളിക്കും പുനഃസ്ഥാപന ബലം. പുനഃസ്ഥാപന ബലം. ഓക്കെ, അപ്പം നമ്മൾ ഈ രൂപാന്തര ബലം റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നാണ് കേട്ടോ. ഡീഫോമിംഗ് ഫോഴ്സ്. രൂപാന്തര ബലത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഡീഫോമിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ ഈ രൂപാന്തര ബലം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റം, നമ്മൾ ഈ ഒരു സ്പ്രിങ്ങിൽ ഇങ്ങനെ ഒരു രൂപം മാറ്റാൻ വേണ്ടി ഞാനൊരു രൂപാന്തര ബലം കൊടുത്തു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഈ രൂപാന്തര ബലത്തിന് തുല്യവും വിപരീതം. എപ്പോഴും ഓർക്കുക, വിപരീതത്തിനാണ് നമ്മൾ ഈ മൈനസ് സിമ്പിൾ ഇടുന്നത്. തുല്യവും വിപരീതവുമായിട്ട് മറ്റൊരു ബലം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, രൂപം കൊള്ളുന്നുണ്ട്. അപ്പൊ തുല്യവും വിപരീതവുമായിട്ട് രൂപം കൊള്ളുന്ന രണ്ടാമത്തെ ബലം എന്ന് പറയുന്നത് ഏതാണ്, പുനഃസ്ഥാപന ബലമാണ്. ഇതിന് തുല്യവും വിപരീതവുമായി ഉണ്ടാകുന്ന ബലമാണ് പുനഃസ്ഥാപന ബലം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ പുനഃസ്ഥാപന ബലം ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇങ്ങോട്ടേക്കാണ് സ്ഥാനാന്തരം. അപ്പൊ നമ്മൾ കണ്ടു ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു രൂപാന്തര ബലം കൊടുക്കുന്നു. അപ്പൊ നമുക്കറിയാം ഇങ്ങോട്ടാണ് രൂപാന്തര ബലമെങ്കിൽ ഇങ്ങോട്ടായിരിക്കും പുനഃസ്ഥാപന ബലം അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ്. പുനഃസ്ഥാപന ബലം ഇങ്ങോട്ട്. അപ്പോൾ അതാ നിങ്ങൾ നോക്കിയേ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകും, പുനഃസ്ഥാപന ബലവും അതോടൊപ്പം തന്നെ പുനഃസ്ഥാപന ബലം റീസ്റ്റോറിംഗ് ഫോഴ്സും ഇവിടുത്തെ സ്ഥാനാന്തരവും എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ. ഞാൻ ദാ ഇങ്ങോട്ടാണ്, ഇവിടെ നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു, രൂപാന്തര ബലം പ്രയോഗിച്ചു. അപ്പൊ രൂപാന്തരം സംഭവിച്ചപ്പം ഇതിന് തുല്യവും വിപരീതവുമായിട്ട് ഒരു പുനഃസ്ഥാപന ബലം ഉണ്ടായി. അപ്പൊ പുനഃസ്ഥാപന ബലവും റീസ്റ്റോറിംഗ് ഫോഴ്സും സ്ഥാനാന്തരവും എതിർദിശയിലല്ലേ. പുനഃസ്ഥാപന ബലം ഇങ്ങോട്ട്, സ്ഥാനാന്തരം ഇങ്ങോട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനകത്തൊരു മൈനസ് സിമ്പിൾ വരുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈക്വൽസ് -kx. k എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ഓൾറെഡി ഉള്ള -x അങ്ങനെ ഇട്ടു. ഈ k നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗ് സ്ഥിരാങ്കം അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഈക്വൽസ് -kx. ഇതാണ് ഹുക്സ് നിയമം. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പം ഈ പലരും ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ഈ ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു രൂപം മാറ്റാൻ കൊടുക്കുന്ന ബലമില്ലേ, അതായത് സ്പ്രിങ്ങിനെ നമ്മൾ വലിച്ചു നീട്ടുമ്പോൾ ഉണ്ടാകുന്ന രൂപാന്തര ബലമാണ് സ്ഥാനാന്തരത്തിന് നേർ അനുപാതികം എന്നാണ്. അത് തെറ്റായ ഒരു കോൺസെപ്റ്റാണ്. കാരണം അതൊന്നും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു നോക്കുക. കാരണം ഇനി ഹുക്സ് ലോ ചോദിച്ചു, അതുകൊണ്ട് ഇനി അത് ഹുക്സ് ലോ എന്താണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആദ്യം ഇങ്ങനെ ഇടുന്ന ഒരു സ്പ്രിങ്ങിലേക്ക് നമ്മൾ ബലം കൊടുക്കുമ്പോൾ അതിൻ്റെ രൂപത്തിന് മാറ്റം വരുന്നു, അല്ലെങ്കിൽ ഒരു രൂപാന്തര ബലം ഉണ്ടായി. അതിന് തുല്യവും വിപരീതവുമായിട്ട് ഒരു പുനഃസ്ഥാപന ബലം ഇതിന് ഓൾറെഡി ഉണ്ടാകുന്നുണ്ട്. ഈ പുനഃസ്ഥാപന ബലവും സ്ഥാനാന്തരവുമാണ് നേർ അനുപാതത്തിൽ വരുന്നത്. അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയിരിക്കും, നേർ അനുപാതത്തിലുമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു കോൺസ്റ്റന്റ് മാറ്റാൻ യൂസ് ചെയ്യുന്നതാണ്, പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് സ്ഥിരാന്തം. അപ്പം F = -kx.
ഇതാണ് ഹുക്സ് നിയമം. അപ്പോൾ സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട നിയമം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഹുക്സ് നിയമമാണ്. സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട നിയമം എന്ന് പറയുന്നത് ഹുക്സ് ലോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിൽ അടിസ്ഥാനമാക്കിയ നിയമം ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞു ഹുക്സ് നിയമം. ഇനി എന്താണ് ബോയിൽ നിയമം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ബോയിൽസ് ലോ. എന്താ ബോയിൽസ് ലോ എന്ന് പറയുന്നത്? ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകും, നമ്മളൊരു മോളിക്യൂൾസ് എടുത്താൽ, ഗ്യാസ് മോളിക്യൂൾസ് എടുത്താൽ ഗ്യാസ് തന്മാത്രകളുടെ പ്രഷറും അതുപോലെ തന്നെ അവരുടെ വ്യാപ്തവും വിപരീത അനുപാതത്തിലായിരിക്കും. പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു PVT, നമ്മൾ എപ്പോഴും PVTയെ വെച്ചെടുക്കുക. പിയും പറഞ്ഞു വിയും പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്തായിട്ട് പറയണം? കോൺസ്റ്റൻ്റ് ആയിട്ട് വേണം നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ താപനില സ്ഥിരമായിരിക്കുമ്പോൾ പ്രഷറും അതോടൊപ്പം വോളിയവും വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കോൺസ്റ്റന്റ് മാറ്റാൻ, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാൻ ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ വി ഇക്വേഷൻ അപ്പുറത്ത് വരുമ്പോൾ എന്തായി മാറും? PV എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മാറും. ഇതാണ് ബോയിൽ നിയമത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. PV ഈക്വൽസ് കോൺസ്റ്റന്റ്. നമ്മൾ ഈ ബോയിൽ നിയമത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇനി ബോയിൽസ് ലോയുടെ ആപ്ലിക്കേഷൻസ് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ഈ സിറിഞ്ച് ഒക്കെ ഇല്ലേ, സിറിഞ്ച് നിങ്ങൾ അനക്കുന്ന സമയത്ത്, സിറിഞ്ച് മൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ സിറിഞ്ചിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മളിവിടെ കൂടുതലൊരു പ്രഷർ, അതായത് നമ്മളിവിടെ പ്രഷർ കൂടുതൽ അമർത്തുമ്പോൾ, നമ്മളിങ്ങനെ ഒരു സിറിഞ്ച് എടുത്തിട്ട് അവിടെ നല്ല രീതിയിലൊരു പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്തുള്ള വോളിയം എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പം സിറിഞ്ചിനകത്തുള്ള വോളിയം കുറയുന്നു. അതായത് പ്രഷറും വോളിയവും വിപരീത അനുപാതത്തിലാണ്. പ്രഷർ കൂടിയ വോളിയം കുറയും. ഓക്കെ, അപ്പോൾ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബോയിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ നിങ്ങൾ ഈ കാലാവസ്ഥാ ബലൂണുകളൊക്കെ നിറയ്ക്കുന്നത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഈ കാലാവസ്ഥാ ബലൂണിനകത്ത് മുഴുവനായിട്ട് നമ്മൾ വായു നിറയ്ക്കില്ല. വെതർ ബലൂൺസിൽ നമ്മൾ കുറച്ച് വായുവേ നിറയ്ക്കും. അതായത് നമ്മൾ ആ വെതർ ബലൂൺ എടുത്തു കഴിഞ്ഞാൽ ആ ബലൂണിൻ്റെ പകുതി മാത്രമേ നമ്മൾ ഗ്യാസ് നിറയ്ക്കത്തുള്ളൂ. പകുതി എന്തായിരിക്കും? ഒന്നും നിറയ്ക്കത്തില്ല. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാലാവസ്ഥാ ബലൂണുകൾ വളരെ ഉയരത്തിലേക്കല്ലേ പോകുന്നത്. അപ്പം നമുക്കറിയാം വളരെ ഉയരങ്ങളിൽ പ്രഷർ വളരെ കുറവായിരിക്കും. ഹൈറ്റിൽ എന്ത് കുറവാണ്? മർദ്ദം കുറവാണ്, പ്രഷർ ലോയാണ്. ഓക്കെ, അപ്പോൾ പ്രഷർ കുറവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രഷർ കുറവാണെങ്കിൽ എന്ത് പറ്റും? വോളിയം കൂടും. അപ്പോൾ ഈ ബലൂൺ എന്ത് ചെയ്യും? പതുക്കെ എന്ത് ചെയ്യുന്നു? വോളിയം കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ ബലൂൺ അങ്ങ് ഫുൾ നിറച്ചു, ഇങ്ങനെ നിറച്ച് മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ പ്രഷർ കുറവാണ്, അപ്പം വോളിയം കൂടും. അപ്പോൾ ഓൾറെഡി നിറഞ്ഞ ബലൂണിനകത്ത് വീണ്ടും വോളിയം കൂടിയ ബലൂൺ പൊട്ടിപ്പോകത്തില്ലേ? അതുകൊണ്ടാണ് നമ്മൾ കാലാവസ്ഥാ ബലൂണുകളൊക്കെ പകുതി നിറയ്ക്കുന്നത്. കാരണം അത് ഉയരങ്ങളിലോട്ട് പോകുമ്പം പ്രഷർ കുറവായിരിക്കും, വോളിയം കൂടാൻ ഓൾറെഡി ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബലൂണുകൾ പൂർണ്ണമായും നിറയ്ക്കാത്തത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ ഓക്കെ ആയല്ലോ. അപ്പോൾ അടുത്തത് നോക്കിയേ, ഇനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതാണ് പാസ്കൽ നിയമം. നമ്മൾ എപ്പോഴും പറയുന്നതാണ് പാസ്കൽ നിയമം. അതായത് നമ്മൾ ഒരു ഫ്ലൂയിഡ്, നമ്മളൊരു അടഞ്ഞ പാത്രത്തിൽ ഏതെങ്കിലും ഒരു ദ്രവ്യം എടുക്കുന്നു. ഓക്കെ, അപ്പം ഈ ദ്രവ്യത്തിൻ്റെ പ്രത്യേകതയുണ്ട്, അത് ഇൻകംപ്രസിബിൾ ആയിരിക്കണം കേട്ടോ. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കംപ്രസ് ചെയ്യാൻ പറ്റരുത്. ഓക്കെ, നമുക്ക് കംപ്രസ് ചെയ്യാനോ അമർത്താനോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പറ്റാത്ത ദ്രവ്യത്തെ വേണം നമ്മൾ ഇവിടെ എടുക്കാൻ. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു ദ്രവ്യം എടുത്തു കഴിഞ്ഞാൽ ഓരോ പോയിന്റിലും ഉണ്ടാകുന്ന പ്രഷർ തുല്യമായിരിക്കും. അതായത് ഞാൻ ഈ ഒരു പോയിന്റിൽ ഒരു പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് 10 പാസ്കൽ എന്ന് കിട്ടിയാൽ ഈ പോയിന്റിലെ പ്രഷറും 10 പാസ്കലാണ്, ഈ പോയിന്റിലെ പ്രഷറും 10 പാസ്കലാണ്. ഏത് പോയിന്റ് നോക്കിയാലും പ്രഷർ എന്താണ്? 10 പാസ്കൽ ആയിരിക്കും. എല്ലായിടത്തും പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് പാസ്കൽ നിയമം. പാസ്കൽ നിയമത്തിന്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഓർത്തു വെക്കണേ. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്കർ, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്.
ആപ്ലിക്കേഷൻസ് ഒന്ന് നോക്കി വെക്കണേ. നമ്മൾ എവിടെയൊക്കെയാണ് നമ്മുടെ പാസ്കൽ നിയമം അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ, ഹൈഡ്രോളിക് ജാക്കിൽ, ഹൈഡ്രോളിക് പ്രസ്സിൽ, ഹൈഡ്രോളിക് ബ്രേക്കിൽ, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്, ഈ സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാസ്കൽ നിയമം അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തുള്ള 4ാമത്തെ ഓപ്ഷൻ നോക്കാം, ബെർണോളി നിയമം. ബെർണോളി നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദ്രവ്യങ്ങളിൽ പറയുന്ന ഒരു നിയമമാണ് ബെർണോളി നിയമം. ബെർണോളി നിയമം പറയുന്നത് അതിനകത്ത് 3 കണ്ടീഷൻ ഉണ്ട്. ഒരു ഫ്ലൂയിഡിന് 3 നേച്ചർ ഉള്ളപ്പം, ഏതെങ്കിലും ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒഴുകാൻ കഴിയുന്നവർ, അതായത് ദ്രവ്യങ്ങൾ, അത് നമുക്ക് വാതകങ്ങളും ആകാം ദ്രാവകങ്ങളും ആകാം. അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡിന്റെ പ്രത്യേകത 3 കണ്ടീഷൻസ് ഒബേ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബെർണോളീസിന്റെ നിയമം ഉപയോഗിക്കാൻ പറ്റൂ, ബെർണോളിയുടെ തത്വം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ആ കണ്ടീഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ എടുക്കുന്നത് ഒരു ആദർശ ദ്രവ്യമായിരിക്കണം. ഒരു ആദർശ ദ്രവ്യം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കുറച്ച് പ്രത്യേകതകളുണ്ട് ആദർശ ദ്രവ്യത്തിന്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കിതുപോലെ നമ്മൾ നേരത്തെ പാസ്കൽ നിയമത്തിൽ പറഞ്ഞില്ലേ, നമുക്കതിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കതിനെ അമർത്താനൊന്നും പറ്റില്ല, ഇൻകംപ്രസിബിൾ ആയിരിക്കണം. 1ാമത്തെ കണ്ടീഷൻ അതാണ് കേട്ടോ. നമ്മൾ എടുക്കേണ്ടത് ഒരു ആദർശ ദ്രവ്യമാണ്. ഈ ആദർശ ദ്രവ്യത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അടിച്ചമർത്താൻ, നമുക്കതിനെ അമർത്താനൊന്നും പറ്റില്ല, കംപ്രസ് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇവിടെ എന്ത് കാണില്ല, വിസ്കോസിറ്റി കാണില്ല, അല്ലെങ്കിൽ വിസ്കസ് ബലം കാണില്ല. നോൺ വിസ്കോസിറ്റി പാടില്ല, വിസ്കസ് ബലം പാടില്ല. അപ്പം നമുക്കറിയാം വിസ്കസ് ബലം എന്ന് പറഞ്ഞാൽ ഒരു കർഷണ ബലമാണ് അല്ലേ. വസ്തുക്കൾ നമുക്കറിയാം സോളിഡ് ആണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കരപദാർത്ഥം എടുത്താൽ നമ്മളിവിടെ കർഷണം എന്ന് പറയും. ഇനി ദ്രാവകമായിക്കോട്ടെ വാതകമായിക്കോട്ടെ, ഇവരിലെ കർഷണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി അല്ലേ. വിസ്കോസിറ്റി അല്ലെങ്കിൽ നമ്മൾ ശ്യാനബലം എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു വിസ്കോസിറ്റി ഇല്ലാത്ത ഒരു ദ്രാവകം എന്ന് പറയുന്നത് സംഭവിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് യൂഷ്വലി വിസ്കോസിറ്റി ഇല്ലാത്ത ഒരു ദ്രാവകവും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് നമുക്കങ്ങനെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഫ്ലൂയിഡിനെ ഇത് ഉപയോഗിക്കാൻ പറ്റൂ, ഒരു ആദർശ ദ്രാവകത്തിന് ഇത് ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ പറയുന്നത്. കാരണം ആദർശമായിട്ടുള്ള ദ്രവ്യങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഇതെന്തല്ല, വളരെ നമുക്ക് പല സിറ്റുവേഷനിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഇതിനെ എന്ത് ചെയ്യാൻ പറ്റരുത്, കംപ്രസ് ചെയ്യരുത്. കംപ്രസ് ചെയ്യാൻ പറ്റാത്തവരെ മാത്രമേ നമുക്ക് ഈ ബെർണോളി തത്വം ഉപയോഗിക്കാൻ പറ്റൂ. 2ാമത്തത്, ഇതെന്താവണം, വിസ്കോസിറ്റി പാടില്ല, ഇവരുടെ ഇടയിൽ ഒരു വിസ്കസ് ബലവും കാണാൻ പാടില്ല. 3ാമത്തെ കണ്ടീഷൻ, സ്ട്രീം ലൈൻ ആയിരിക്കണം, ധാരാരഹിതമായ ഒഴുക്കായിരിക്കണം. ഒഴുക്കെന്ന് പറയുന്നത് സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. എന്താ നോക്കിയേ, ഇവിടെ ഞാനാണെങ്കിൽ ഒരു ദ്രാവകം എടുത്തു, ഒരു ലിക്വിഡ് എടുത്തു. അപ്പോൾ ലിക്വിഡ് ഒഴുകുന്ന പോയിന്റുകളാണ് ഞാനിവിടെ ഇൻറ്റുവിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ അത് 10 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ വരുന്നു. ഒരു കണം ഈ ഒരു പോയിന്റിൽ 10 മീറ്റർ/സെക്കൻഡിൽ വരുന്നു. അടുത്ത പോയിന്റിൽ ആ കണത്തിൻ്റെ വേഗത 20 അല്ല, ഇവിടെ ഒരു 5 മീറ്റർ/സെക്കൻഡ് ആണെന്ന് വിചാരിക്കും. 5 മീറ്റർ/സെക്കൻഡ് ഒരേ കണത്തിനാണ് കേട്ടോ. ഞാനൊരു കണം എടുത്തു, ഞാനൊരു ജലത്തിൻ്റെ ഒരു കണം എടുത്തു. ആ ജലത്തിൻ്റെ കണത്തിന് ആദ്യത്തെ പോയിന്റിൽ 10 മീറ്റർ/സെക്കൻഡ്, എ എന്ന് പറഞ്ഞ പോയിന്റിൽ 10 മീറ്റർ/സെക്കൻഡ്, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ അത് 5 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ വന്നു, സി എന്ന് പറഞ്ഞ പോയിന്റിൽ അത് 17 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ പോയി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു കണമല്ലേ എടുത്തത്, ഞാൻ ഈ ഒരു അടുത്ത കണത്തെ എടുക്കുന്നു. ഞാനിപ്പോൾ ആദ്യം ഒരു കണം എടുത്തു, ആ കണം എയും ബിയും സിയിലും പോയ വേഗതകളാണ് ഇങ്ങനെ. ഇനി ഞാൻ അടുത്ത കണം എടുക്കുമ്പോഴും ആ കണം ഈ പോയിന്റിൽ, ആദ്യത്തെ പോയിന്റിൽ 10 മീറ്റർ തന്നെ വരുന്നെന്ന് വിചാരിക്കുക, 10 മീറ്റർ/സെക്കൻഡ്. 2ാമത്തെ പോയിന്റിലും 5 മീറ്റർ/സെക്കൻഡ്. 3ാമത്തെ പോയിന്റിലും 17 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, അതായത് നമ്മൾ ഒഴുകുമ്പം, ഒരു ദ്രാവകം ഒഴുകുന്ന സമയത്ത് ഒരു പോയിന്റിൽ അതിന് വേഗത എപ്പോഴും എന്തായിരിക്കും, സ്ഥിരമായിരിക്കും. ഇപ്പം നമ്മൾ ആദ്യത്തെ കണം എടുക്കുന്നു, 2ാമത്തെ കണം എടുക്കുന്നു, 3ാമത്തെ കണം, ഇവരെല്ലാം ആദ്യത്തെ പോയിന്റിൽ 10 മീറ്റർ/സെക്കൻഡിൽ, 2ാമത്തെ പോയിന്റിലും 5 മീറ്റർ/സെക്കൻഡിൽ, 3ാമത്തെ പോയിന്റിലും 17 മീറ്റർ/സെക്കൻഡ്. ഇത്തരത്തിലുള്ള ഒഴുക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സ്ട്രീം ലൈൻ ഫ്ലോ, അല്ലെങ്കിൽ ധാരാരഹിതമായ ഒഴുക്കെന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ധാരാരഹിതമായ ഒഴുക്കെന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റിലും നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ എപ്പോഴും ഇതിൻ്റെ വേഗത എന്തായിരിക്കും, മുൻപ് പോയ ആളുടെ അതേ വേഗത. ഇപ്പം മുൻപേ പോയ ആൾ 10 മീറ്ററിൽ പോയോണ്ടാണ് ഇവരെല്ലാം ഈ പോയിന്റ് 10 മീറ്ററിൽ പോയത്. ഇവിടെ മുൻപേ പോയ ആളെല്ലാം 5 മീറ്ററിൽ പോയോണ്ട് ഇയാളും 5 മീറ്ററിൽ പോകും.
ഓക്കെ, ഇവിടെ മുൻപേ പോയ ആൾക്കാർ 17 പോയതുകൊണ്ട് എല്ലാവരും 17 പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒഴുക്കാണ് എന്ത്? ധാരാരേഖിതമായ ഒഴുക്ക്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ഒബേ ചെയ്യുന്ന ഐഡിയൽ ഫ്ലൂയിഡുകൾ, ഐഡിയൽ ആയിട്ടുള്ള ദ്രാവകങ്ങളിൽ മാത്രമേ നമുക്ക് ബെർണോളിയുടെ തത്വം ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഈ ബെർണോളിയുടെ തത്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷനാണിത്. P + ½ ρ v² പ്ലസ് ρgh എന്ന് പറയുന്നത് ഒരു സ്ഥിരവിലയായിരിക്കും. ഇവിടെ P എന്ന് പറയുന്നത് മർദ്ദ ഊർജം, പ്രഷർ എനർജിയാണ് കേട്ടോ. പ്രഷർ എനർജി, മർദ്ദ ഊർജം പ്ലസ് ½ ρv². ρv² എന്ന് പറയുന്നത് നമ്മുടെ കൈനറ്റിക് എനർജി ഇല്ലേ, ഗതികോർജം, യൂണിറ്റ് വോളിയത്തിലെ ഗതികോർജം പ്ലസ് യൂണിറ്റ് വോളിയത്തിലെ സ്ഥിതികോർജം. ഇതിൻ്റെ എല്ലാ തുക എന്ന് പറയുന്നത് ഒരു സ്ഥിരമായ വിലയാണ്. ഓക്കെ, ആദ്യം നമ്മൾ പ്രഷർ എനർജി, അവിടെ മർദ്ദം വഴി ഉണ്ടാകുന്ന ഊർജം എടുക്കുന്നു, പ്ലസ് ½ ρv². ½ ρv² എന്ന് പറയുന്നത് യൂണിറ്റ് വോളിയം. ഞാനിപ്പോൾ ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം ഗതികോർജം ഉണ്ട്, പ്ലസ് യൂണിറ്റ് വോളിയത്തിൽ എത്രമാത്രം സ്ഥിതികോർജം ഉണ്ട്. ഇതിൻ്റെ തുക എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും. അപ്പോൾ ഇതാണ് ബെർണോളിയുടെ നിയമം കേട്ടോ. ഇതാണ് ബെർണോളി നിയമം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സ്പ്രിംഗ് ത്രാസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം. സ്പ്രിംഗ് വർക്ക് ചെയ്യുന്നതിന് പിന്നിലുള്ള അടിസ്ഥാന നിയമം ഏതാണ്? അടിസ്ഥാന നിയമം നമ്മുടെ ഹുക്സ് നിയമമാണ്. ഓക്കെ, ഇത്രയും ഓക്കെ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ, നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ കർശന ബലം ചെയ്യുന്ന പ്രവൃത്തി. അപ്പം നമ്മൾ പ്രവൃത്തി എന്ന ടോപ്പിക്കുമായിട്ട്, വർക്ക് എനർജി പവർ, പ്രവൃത്തി എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ് 3 തരം പ്രവൃത്തികളെ പറ്റി. വളരെ ഈസിയാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പം നോക്കിയാൽ നമ്മുടെ പ്രവൃത്തികളെ പ്രധാനമായിട്ടും 3 തരംതിരിക്കും. ഫസ്റ്റ് വൺ പോസിറ്റീവ് പ്രവൃത്തി, സെക്കൻഡ് വൺ നെഗറ്റീവ് പ്രവൃത്തി, തേർഡ് വൺ സീറോ പ്രവൃത്തി. പോസിറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് പ്രവൃത്തി, സീറോ പ്രവൃത്തി. അപ്പം എന്താണ് പോസിറ്റീവ് പ്രവൃത്തി എന്ന് നോക്കാം. അപ്പം നമുക്കറിയാം പ്രവൃത്തി, വർക്കിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ബലത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും ഗുണനഫലമായിട്ടാണ് നമ്മൾ പ്രവൃത്തിയെ എഴുതുന്നത്. അപ്പം നമ്മൾ ഈ ബലത്തിനെയും സ്ഥാനാന്തരത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വർക്കിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫോഴ്സിനെയും ഡിസ്പ്ലേസ്മെൻറ്റിനെയും ഗുണിക്കുമ്പോൾ, അല്ലെങ്കിൽ ബലത്തെയും സ്ഥാനാന്തരത്തെയും ഗുണിക്കുമ്പോഴാണ് നമുക്ക് പ്രവൃത്തി കിട്ടുന്നത്. ഇനിയിപ്പോൾ നോക്കിയേ, നമ്മൾ ഈ കൊടുക്കുന്ന ബലവും സ്ഥാനാന്തരവും ഒരേ ദിശയിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് പോസിറ്റീവ് പ്രവൃത്തി. നമ്മൾ കൊടുക്കുന്ന ബലവും സ്ഥാനാന്തരവും സെയിം ഡയറക്ഷൻ. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ബലവും സ്ഥാനാന്തരവും ഒരേ ദിശയിലാണെങ്കിൽ പോസിറ്റീവ് പ്രവൃത്തി. ഇനി ഇവിടെ നോക്കിയേ, അപ്പം നെഗറ്റീവ് പ്രവൃത്തിക്ക് എന്തായിരിക്കും? നമ്മൾ കൊടുക്കുന്ന ബലവും സ്ഥാനാന്തരവും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, രണ്ടും എതിർ ദിശയിലാണെങ്കിൽ, വ്യത്യസ്ത ദിശയല്ല കേട്ടോ, എതിർ ദിശയായിരിക്കണം. അതായത് നമ്മൾ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്ഥാനാന്തരം എന്താ ഇങ്ങോട്ട് കിട്ടണം. രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ട് വന്നാൽ, എതിരെ വന്നാൽ നമുക്ക് കിട്ടുന്നതാണ് നെഗറ്റീവ് പ്രവൃത്തി. അപ്പോൾ ഇനി സീറോ എന്തായിരിക്കും? ഈ ഫോഴ്സും സ്ഥാനാന്തരവും ലംബമാകുമ്പോൾ, പെർപെൻഡിക്കുലർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സീറോ പ്രവൃത്തി. അല്ലെങ്കിൽ 2 കണ്ടീഷനും കൂടെ ഉണ്ട്. ഒന്നുകിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് സീറോ, അല്ലെങ്കിൽ സ്ഥാനാന്തരം സീറോ, അല്ലെങ്കിൽ ഫോഴ്സോ സ്ഥാനാന്തരമോ സീറോ. ഓക്കെ, ഇത് നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ പോസിറ്റീവ് പ്രവൃത്തി. നമ്മൾ കൊടുക്കുന്ന ബലവും സ്ഥാനാന്തരവും ഒരേ ദിശയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് പ്രവൃത്തിയാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം ദാണ്ട് ഞാൻ ഇവിടെ ഒരു വസ്തു ഇരിക്കുന്നു, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരുന്നു. അപ്പോൾ ഈ ഒബ്ജക്റ്റിലേക്ക് ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ ബലം കൊടുത്തു. ഞാൻ കൊടുത്ത അതേ ഡയറക്ഷൻ, ഞാൻ അപ്പോൾ ഈ ഡയറക്ഷനിലോട്ട് ബലം കൊടുത്തു, വസ്തുത ഇതേ ഡയറക്ഷനിൽ തന്നെ സഞ്ചരിക്കുന്നു. അപ്പം ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? പോസിറ്റീവ് ആണ്. കാരണം ഞാൻ ഇങ്ങോട്ട് ബലം കൊടുത്തു, വസ്തുവും അതേ ഡയറക്ഷനിൽ സഞ്ചരിച്ചു. അപ്പം നമ്മൾ ചെയ്ത പ്രവൃത്തി ഏതാണ്?
പോസിറ്റീവ് പ്രവൃത്തി. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇതേ സമയം ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കിയാൽ നമ്മൾ ഇങ്ങോട്ടൊരു ബലം കൊടുക്കുന്നു, വസ്തു മുന്നോട്ട് ചലിക്കുന്നു, പോസിറ്റീവ് പ്രവൃത്തി. പക്ഷേ നമ്മളിവിടെ ബലം കൊടുക്കുമ്പോൾ തന്നെ മറ്റൊരു ബലവും ഇവിടെ വരുന്നുണ്ട്. ഏതാണ്? രണ്ട് പ്രതലങ്ങൾ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ വെച്ചിരിക്കുന്ന രണ്ട് പ്രതലങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഇതൊരു പ്രതലം, ഇതൊരു പ്രതലം. അപ്പോൾ ഇവരെ രണ്ടുപേരുടെയും ഈ കോണ്ടാക്റ്റിൽ വരുന്ന ഈ ഒരു റീജിയനില്ലേ, അപ്പോൾ ഇവിടെ ഒരു മറ്റൊരു ബലം പ്രവർത്തനത്തിൽ വരും. അതാണ് കർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷൻ. അതും ഒരു ബലമല്ലേ? അപ്പോൾ അതാ ശ്രദ്ധിച്ചേ, കർഷണ ബലം എപ്പോഴും എന്താ? സഞ്ചരിക്കുന്നതിൻ്റെ എതിർ ദിശയിലായിരിക്കും. ഇപ്പം വസ്തു സഞ്ചരിക്കുന്നത് മുന്നോട്ട് അല്ലേ? നമ്മളൊരു ബലം കൊടുത്തു, അതുകൊണ്ട് വസ്തു ദാ മുന്നോട്ട് ചലിച്ചു. നമ്മൾ ബലം കൊടുത്ത് വസ്തു മുന്നോട്ട് ചലിക്കുന്നു. അതേസമയം നമ്മുടെ കർഷണ ബലം എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വസ്തു ചലിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വസ്തു മുന്നോട്ട് ചലിച്ചാൽ അതാ കർഷണ ബലം ഇങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വസ്തു ദാ മുന്നോട്ട് ചലിക്കുന്നു, പക്ഷേ കർഷണ ബലം പിറകോട്ടാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഈ ഒരു കേസിൽ കർഷണം ചെയ്യുന്നത് നെഗറ്റീവാണ്. കാരണം കർഷണം ഇങ്ങോട്ടും വസ്തു അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും സഞ്ചരിച്ചു. അതുകൊണ്ട് കർഷണ ബലം ചെയ്തത് നെഗറ്റീവാണ്. എന്നാൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയോ നോക്കിയേ, നമ്മൾ ഇങ്ങോട്ട് ബലം കൊടുത്തു, വസ്തു അങ്ങോട്ട് ചലിച്ചു. നമ്മൾ ചെയ്യുന്നത് പോസിറ്റീവ് പ്രവൃത്തിയും കർഷണം ചെയ്യുന്നത് എന്താണ്? നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഇനി അടുത്ത കേസ് സീറോ പ്രവൃത്തി. എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഒരാൾ ലോഡുമായിട്ട് ഒരു ലോഡും വെച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു. അപ്പം നമുക്കറിയാം, ഒരാൾ തലയിൽ വെയിറ്റുമായിട്ട് നടക്കുന്ന സമയത്ത് അയാൾ മുകളിലോട്ടാണ് അല്ലെ, ആ ലോഡിലോട്ട് അയാൾ എന്ത് ചെയ്യും? ഒരു ബലം കൊടുക്കും അല്ലെ, ആ തലയിലെ ചുമടിലോട്ട് അയാൾ ഒരു ബലം കൊടുക്കും. അയാൾ തലയുടെ മുകളിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് അയാൾ ഒരു ബലം കൊടുക്കും. അയാൾ സഞ്ചരിക്കുന്നത് എങ്ങോട്ടാ? നമ്മുടെ റൈറ്റ് സൈഡിലേക്കല്ലേ അയാൾ സഞ്ചരിക്കുന്നത്. അപ്പം എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ബലവും സ്ഥാനാന്തരത്തിനും ഇടയിൽ എത്ര ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് എന്തിന് ഉദാഹരണമാണ്? സീറോ പ്രവൃത്തിക്ക് ഉദാഹരണമാണ്. അതായത് ഇവിടെ ബലവും സ്ഥാനാന്തരത്തിനും ഇടയിൽ 90 ഡിഗ്രി ഫോം ചെയ്തു, അത് സീറോ പ്രവൃത്തിയാണ്. പിന്നെ നമ്മൾ പറയുന്നു ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. അതായത് ഞാനിപ്പോൾ ഇവിടെ ചുമ്മാ നിൽക്കുന്നു, ഞാൻ ഒബ്ജക്റ്റിന് ഞാനൊരു ഫോഴ്സും കൊടുക്കുന്നില്ല. അപ്പം വസ്തുവിനുള്ള സ്ഥാനാന്തരം ഉണ്ടാവുമോ? ഞാൻ ബലം കൊടുത്താലല്ലേ വസ്തു ചലിക്കൂ. ഞാൻ ബലം കൊടുക്കുന്നില്ല. അപ്പം ഞാൻ ബലം കൊടുത്തില്ലെങ്കിൽ നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഞാൻ ബലമൊന്നും കൊടുത്തില്ല, അപ്പോൾ സീറോ. ഇനി എത്ര ഡിസ്പ്ലേസ്മെന്റ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പം മൊത്തത്തിൽ പ്രവൃത്തി എന്തായി മാറും? സീറോ പ്രവൃത്തിയാവുന്നത്. അതായത് നമ്മൾ ബലം കൊടുക്കുന്നില്ല. ഇനി അടുത്തത് നമ്മൾ ബലം കൊടുക്കുന്നു, പക്ഷെ വസ്തു ചലിക്കുന്നില്ല. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഭിത്തിയൊക്കെ തള്ളുന്നു, നമ്മൾ എത്ര ബലം കൊടുത്താലും അവിടെ സ്ഥാനാന്തരം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ബലം കൊടുക്കുന്നുണ്ട്, സ്ഥാനാന്തരം സീറോ. അപ്പോൾ അവിടെയും എന്ത് പ്രവൃത്തിയാണ്? സീറോ പ്രവൃത്തി. മൂന്നാമത്തെ കേസിൽ നമ്മൾ ബലവും സ്ഥാനാന്തരവും രണ്ടും കൊടുക്കുന്നില്ല, എങ്കിലും സീറോ പ്രവൃത്തി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് മൂവ് ആവാം. ഇതിനകത്ത് ഉദാഹരണം ഏതാണ്? നെഗറ്റീവ് പ്രവൃത്തിക്ക് എക്സാമ്പിൾ ഏതാണ്? അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. നോക്കിയേ, ഇങ്ങനൊരു വസ്തു താഴേക്ക് വീഴുന്നു. അപ്പോൾ അതിൻ്റെ സ്ഥാനാന്തരം എങ്ങോട്ടാണ്? താഴോട്ടാണ് അല്ലെ, വസ്തുവിൻ്റെ സ്ഥാനാന്തരം താഴേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഗുരുത്വാകർഷണ ബലം എപ്പോഴും എങ്ങോട്ടായിരിക്കും? നമുക്കറിയാം ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് എപ്പോഴും താഴോട്ടായിരിക്കും. ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. അപ്പോൾ ഗുരുത്വാകർഷണ ബലം എപ്പോഴും താഴോട്ടാണ് അല്ലെ, വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്, എപ്പോഴും താഴോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ബലവും താഴോട്ട്, സ്ഥാനാന്തരവും താഴോട്ട്, രണ്ടും ഒരേ ദിശയിലല്ലേ? ബലം താഴോട്ട് പ്രയോഗിക്കുന്നു, വസ്തുവിന്റെ സ്ഥാനാന്തരവും താഴോട്ട്. അപ്പൊ ഇത് എന്ത് പ്രവൃത്തി? ഇത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. അപ്പൊ നമ്മളുടെ ആൻസർ നെഗറ്റീവ് പ്രവൃത്തിയാണ് ചോദിച്ചത്. അപ്പോൾ ആക്ച്വലി ഓപ്ഷൻ 1 വരില്ല, ഈ ഓപ്ഷൻ വരില്ല, ഓൾറെഡി 1 ഉണ്ട്. ഈ ഓപ്ഷൻ വരില്ല, 1 ഉണ്ട്. ഈ ഓപ്ഷൻ വരില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 2 and 3 ആണ്. നമ്മുടെ ഫസ്റ്റ് തന്നെ ചെയ്യുമ്പം കിട്ടും, എന്നാലും നമുക്ക് സെക്കൻഡും തേർഡും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. അതായത് വസ്തു ഇവിടെ ഇരിക്കുകയാണ്, വസ്തുവിനെ ഞാൻ ഉയർത്തുകയാണ്. ഉയർത്തുക എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പം വസ്തുവിനെ ഞാൻ മുകളിലോട്ട് ചലിപ്പിച്ചു. അപ്പം നോക്കിയേ, ഗുരുത്വാകർഷണ ബലം എങ്ങോട്ടായിരിക്കും? ഗുരുത്വാകർഷണ ബലം താഴോട്ടല്ലേ? അപ്പം ബലം ദാ താഴോട്ട്, സ്ഥാനാന്തരം മുകളിലോട്ട്. ബലം താഴോട്ട്, സ്ഥാനാന്തരം മുകളിലോട്ട്. അപ്പൊ ഏത് പ്രവൃത്തി? രണ്ടും എതിർ ദിശയിലല്ലേ, വിപരീത ദിശയിലല്ലേ? അപ്പൊ അത് എന്തിന് ഉദാഹരണമാണ്? നെഗറ്റീവ് പ്രവൃത്തി. ഓക്കെ, അടുത്തത് ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ കർശന ബലം ചെയ്യുന്ന പ്രവൃത്തി. അതായത് നമ്മളിവിടെ ഒരു ചരിവ് തലം എടുക്കുന്നു, ചരിഞ്ഞൊരു തലം എടുക്കുന്നു.
ഇത്തരത്തിലുള്ള ഒരു ചരിഞ്ഞ തലം എടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു വസ്തുവിനെ വെക്കുന്നു. അപ്പോൾ ഈ വസ്തു ചരിഞ്ഞ തലത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ, അതായത് വസ്തുത ഇങ്ങോട്ട് നിരങ്ങി നീങ്ങുവാണ്, താഴോട്ട് നിരങ്ങി നീങ്ങുവാണ്. അപ്പൊ ഇവിടെ എങ്ങോട്ടാണ്, ഇവിടെ എന്ത് തരം പ്രവൃത്തിയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം വസ്തു താഴോട്ട് നിരങ്ങി നീങ്ങുന്നു. അപ്പോൾ ആ ചലിക്കുന്നതിന് എതിർ ദിശയിലായിരിക്കും എന്ത്, കർശന ബലം. ഇപ്പം വസ്തു താഴേക്കല്ലേ വരുന്നത്, അപ്പൊ കർശന ബലം എന്താ എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. അപ്പം വസ്തുവിന്റെ ചലനത്തിന് എതിർ ദിശയിലാണ് കർശന ബലം. അതുകൊണ്ട് കർശന ബലം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, നെഗറ്റീവ് പ്രവൃത്തിയാണ്. എപ്പോഴും കർശന ബലവും വിസ്കസ് ബലവും ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 നെഗറ്റീവ് പ്രവൃത്തിയാണ്, ഓപ്ഷൻ 3 നെഗറ്റീവ് പ്രവൃത്തിയാണ്. ആൻസർ ഓപ്ഷൻ സി 2 and 3 only. ഓക്കെ.